നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ജഹസ്താമലരം ജ ശിഷ്യം തം തോടരം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. അടുത്ത ഭാഗം ഒന്നുകൂടെ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ത്രയോദശോऽധ്യായഃ. ക്ഷേത്രജ്ഞ വിഭാഗയോഗഃ. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദിതുമിച്ഛാമി. ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഏതദ്യോ വേത്തിദം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മദം മമ. ഹരി ഓം. ഇന്നലെ നാം എന്താണോ ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ, എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ, ഇതൊക്കെയാണ് വിസ്തരിച്ച് കണ്ടത്. അർജുനന്റെ ആദ്യ സംശയങ്ങൾ ഇതായിരുന്നു. ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തെ അറിയുന്ന ആളെ അഹങ്കാരം എന്ന് പറയും. ഇവിടെ അഹങ്കാരം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരം ഇല്ലെങ്കിൽ നമുക്ക് ശരീരം ഉണ്ടാവില്ല അല്ലേ? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾ പറയുന്നു, ഇതെന്റെ ശരീരമാണ്, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് കിടക്കണം, ഇതൊക്കെ പറയുന്നത് ശരീരത്തിന്റെ ഉടമസ്ഥനാണ്. അഹങ്കാരം അമിതമായിട്ട് അഹന്തയായിട്ട് വളരുമ്പോഴാണ് അപകടമായിട്ട് മാറുന്നത്. ശരീരമുള്ളിടത്തോളം കാലം നമുക്കെല്ലാം ഈ ശരീരത്തിൽ ഉടമസ്ഥ അവകാശമുണ്ട്. ആ ഉടമസ്ഥ ഭാവത്തെ നിലനിർത്തണം. അതെങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക? അതിലൂടെ എങ്ങനെയാണ് പരമശാന്തി നേടുക? ഇതൊക്കെയാണ്
ഇവിടുത്തെ ചർച്ചാ വിഷയം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ക്ഷേത്രത്തെ അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. എല്ലാ ശരീരങ്ങളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ താനാണെന്ന് ഭഗവാൻ പറയുകയാണ്. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലെയും ക്ഷേത്രജ്ഞൻ ഒന്നാണ്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും പറയുന്നത് ഞാൻ ഞാൻ ഞാൻ. ആരോടെങ്കിലും നമ്മളെ പരിചയപ്പെടുത്തുന്ന സമയങ്ങളിൽ എന്താ പറയുക? ഞാൻ ഇന്നയാളാണ്. അത് ഏത് ഭാഷയിലായാലും ഏത് ദേശത്തായാലും മാറ്റമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്. ഇനി അടുത്ത നൂറ്റാണ്ടിൽ പറയാൻ പോകുന്ന ആളും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ക്ഷേത്രങ്ങള് തകരും, പക്ഷേ ക്ഷേത്രജ്ഞന് നാശമൊന്നും ഉണ്ടാവില്ല. ക്ഷേത്രങ്ങൾ ഉള്ളപ്പോഴേ ക്ഷേത്രജ്ഞനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ ശരീരം പവിത്രമാണ്. അതിന് എത്രയോ തരത്തിലുള്ള കഴിവുകളുണ്ട്, ഭാവനയുണ്ട്. സംഗീതം, ചിത്രകല, സാഹിത്യം, നൃത്തം എല്ലാം സാധിച്ചത് ഈ ശരീരത്തിന്റെ ഭാവന കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ശരീരത്തെ പ്രാപിക്കാൻ പാടില്ല. ഈ ശരീരത്തിൽ ഇരിക്കവേ തന്നെ ക്ഷേത്രജ്ഞനെ നാം അറിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടം. അതിനാണ് നമ്മൾ ഈ മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് വേദാന്തത്തിൽ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. ബാക്കിയുള്ള നേട്ടങ്ങളൊക്കെ അല്പങ്ങളാണ്, സ്ഥായിയും സ്ഥിരതയുമില്ല അതിനൊന്നും. അത് നമ്മുടെയൊക്കെ കിട്ടുന്ന പേരുകളാവാം, പ്രശസ്തിയാവാം, സമ്പത്താവാം, അധികാരമാവാം, ഇതൊക്കെ ജീവിത വിജയങ്ങളാവാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജീവിത വിജയം സത്യദർശനം മാത്രമാണ്. സത്യദർശനം എന്ന് പറയുന്നത് വിദൂരതയിലുള്ള ഒരു സാധ്യതയല്ല, ഇപ്പോഴുള്ള ഒരു വസ്തുതയാണ്. അതറിയണമെങ്കിൽ ശരിയായ മാർഗദർശനം ആവശ്യമാണ്. മാർഗദർശനം ലഭിച്ചുവെങ്കിൽ വളരെ അനായാസേന ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. എങ്ങനെയാണോ നാം ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്, സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് ഉണരുന്നത്, ഒരു ബോധാവസ്ഥയിൽ നിന്ന് മറ്റൊരു ബോധാവസ്ഥയിലേക്ക് അനായാസന ഉയരുന്നത്, അതുപോലെയാണ് മനുഷ്യന്റെ മൃതാവസ്ഥയിൽ നിന്നും അമൃതാവസ്ഥയിലേക്കുള്ള ഉയർച്ച. ഒരു തലത്തിൽ നിന്നും വേറെ തലത്തിലേക്കുള്ള പ്രവേശനം. അങ്ങനെയുള്ള ആ ക്ഷേത്രജ്ഞനെ കുറിച്ച് എന്നിൽ നിന്നും സംക്ഷിപ്തമായി കേട്ടുകൊള്ളൂ. സമാസേനമേ ശൃണോ. തുടർന്ന് അടുത്ത ശ്ലോകം 4-5 ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം. തക്ഷേത്രം യച്ഛയാദൃശ്ച യദ്വികാരിയതശ്ച യദാ സചയോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണോ. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥഗ് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. തക്ഷേത്രം യത്, ആ ക്ഷേത്രം എന്താണ്? യാദൃശ്ച, അത് എങ്ങനെയുള്ളതാണ്? യത് വികാരി, എന്തെല്ലാം വികാരങ്ങളാണ് അതിനുള്ളത്? യഥ ച, യത് എന്നിൽ നിന്ന് എങ്ങനെ സംഭവിച്ചതാണ്? മാത്രവുമല്ല സഹ യഹ, ആ ക്ഷേത്രജ്ഞനാരാണ്? യത് പ്രഭാവഃ ച, എന്തൊക്കെ പ്രഭാവങ്ങളാണ് അതിനുള്ളത്?
തത് സമാസേന അതെല്ലാം ചുരുക്കമായിട്ട് മേ ശൃണോ എന്നിൽ നിന്നും കേട്ടുകൊള്ളൂ. ഋഷിബിർ ബഹുദാ ഋഷികളാൽ പല വിധത്തിൽ വിവിധൈഹി ഛന്ദോഭി വിവിധങ്ങളായ ഛന്ദസ്സുകളാലും ഖേദമദ്ഭിഹി വിനിശ്ചിതൈഹി യുക്തിയുക്തങ്ങളും സുനിശ്ചിതങ്ങളുമായ ബ്രഹ്മസൂത്രപദൈഹി ച ബ്രഹ്മസൂത്ര പ്രതിപാദന വാക്കുകളാലും പ്രദഗീതം അത് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഓരോ ശരീരത്തിനും അതിൻ്റെതായ നിയതമായ ചില സവിശേഷതകളുണ്ട്. ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ്, ഒരു പക്ഷിയുടെ ശരാശരി ആയുസ് തുടങ്ങിയവ, ഓരോ ജീവിയുടെയും ആയുസ്സിന് ചില സവിശേഷതകളുണ്ട്. മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാല് നമ്മുടെ അവയവങ്ങളുടെയൊക്കെ വളർച്ച നിൽക്കും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അത് ക്ഷയിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഓരോ ശരീരത്തിലും 6 വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനെ സാങ്കേതികമായി നമ്മുടെ ഋഷീശ്വരന്മാർ ഇപ്രകാരമാണ് വിഭജിച്ചിരിക്കുന്നത്. അസ്ഥി, അതായത് എല്ലല്ല, ഓരോ ശരീരവും ആവിർഭവിക്കുന്നതിന് മുമ്പ് അവ്യക്താവസ്ഥയിലുണ്ടായിരുന്നു, ഗർഭാവസ്ഥയിലുണ്ടായിരുന്നു. അതായത് അത് ഉണ്ടാവാനുള്ള സാധ്യതയോടെ ഒളിഞ്ഞിരുന്നു. ഒരു പക്ഷി അതിന്റെ മുട്ടയിൽ ഇരിക്കുന്നത് പോലെ, നാം നമ്മുടെ ഗർഭത്തിൽ ഇരുന്നത് പോലെ അത് ഉണ്ട്, അസ്ഥി. പിന്നെ അത് ജനിക്കുന്നു, ജായതേ. വർദ്ധതേ, അത് വളരുന്നു. വിപരീണമതേ, പല മാറ്റങ്ങളും അതിൽ സംഭവിക്കുന്നു. ശബ്ദത്തിന് മാറ്റം, മുഖത്തിന് മാറ്റം, അല്ലേ? ഇങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങളിലോട്ട് പരിണാമം ചെയ്യുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു. വിപരീണമതയും. പിന്നെ അതിന്റെ വളർച്ച നിൽക്കും. പിന്നെ മുന്നോട്ടല്ല വളർച്ച, ചിലപ്പോൾ കുറച്ചുകൂടെ പിന്നോട്ട് വളരാൻ തുടങ്ങും, അല്ലേ? അതോടുകൂടി എന്തായി? അപക്ഷീയതേ, അതിന് ക്ഷയം സംഭവിച്ചു തുടങ്ങും, ക്ഷയിക്കുന്നു. അവസാനം വിനശ്യതി, അതിന് നാശം സംഭവിക്കും. അപ്പൊ ഓരോ ക്ഷേത്രവും ഈ 6 വിധത്തിലുള്ള മാറ്റങ്ങൾ ഉള്ളതാണ്. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, ക്ഷീയതി, വിനശ്യന്തി. ഏതത് സ്ഥൂല ശരീരം, സ്ഥൂല ശരീരത്തിന്റെ നിർവചനമാണ്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ മാറാതിരിക്കുന്ന ഒരാളുണ്ട്, എല്ലാ മാറ്റങ്ങളെയും അറിയുന്ന ആള്, അദ്ദേഹമാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ എല്ലാ ശരീരങ്ങളും വ്യത്യസ്തങ്ങളാണ്, എങ്കിലും ഇവയുടെയൊക്കെ സാമാന്യമായ ഒരു ഉത്ഭവം, ഒരു കോമൺ കോസ്. എന്താണ് ഓരോ ശരീരത്തിന്റെയും മഹിമ? പ്രഭാവശ്ച, ഓരോ ശരീരത്തിനും ഓരോ പ്രഭാവമുണ്ട്. ഒരുപക്ഷെ കൃഷ്ണൻ മുമ്പിൽ നിൽക്കുന്ന രഥത്തിലാണല്ലോ ഇരിക്കുന്നത്, കുതിരകളെ ആയിരിക്കും പെട്ടെന്ന് നോക്കിയിട്ടുണ്ടാവുക. പ്രഭാവശ്ച എന്നൊക്കെ പറയുമ്പോ അല്ലേ, ആ കുതിരകളുടെ പ്രഭാവം എത്ര വലിയ ശക്തിയാണ്! കുതിരശക്തി എന്ന് നമ്മൾ പറയുക, അല്ലേ? പക്ഷെ ആ ശക്തിയെ വേണ്ടവണ്ണം മനുഷ്യക്ഷേമത്തിന് ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ശക്തിയാണ്. ഒരു സർക്കസ് കൂടാരത്തില് അനവധി മൃഗങ്ങളെ നിർത്തിയിരിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായിട്ട് കമ്പി വേലി കെട്ടിയിട്ടുണ്ടാവും. കൂടെ ഒരു മനുഷ്യൻ, റിംഗ് മാസ്റ്റർ, അതിന്റെ ഉള്ളില്. അയാൾ പറയുന്നതിനനുസരിച്ച് ഓരോ മൃഗവും ചിട്ടയോടുകൂടി ഓരോ കാര്യങ്ങൾ അവിടെ കാണിക്കുന്നു. ചില മൃഗങ്ങളോട് 1 വട്ടവും 2 വട്ടവും ചിലപ്പോൾ 3-ാം വട്ടവും പറഞ്ഞിട്ടും അത് കേൾക്കാതിരിക്കും ചില സമയങ്ങളിൽ. പിന്നെ അയാൾ 4-ാം വട്ടം പറയാൻ പോവില്ല, അടുത്ത മൃഗത്തിന്റെ അടുക്കിലേക്ക് പോവുള്ളൂ. കാരണം അയാൾക്ക് മൃഗങ്ങളുടെ മനഃശാസ്ത്രം അറിയാം. ഇനി ഒന്നുകൂടെ ആ മൃഗത്തോട് ആജ്ഞാപിച്ചാൽ ഒരുപക്ഷെ ആ മൃഗം അയാളുടെ മേൽ ചാടി വീഴുമെന്നറിയാം. എന്തുകൊണ്ട് മനുഷ്യൻ പറഞ്ഞാൽ ഒരു മൃഗം അനുസരിക്കുന്നു? എന്തുകൊണ്ട് 2-3 വട്ടം പറഞ്ഞാലും അത് അനുസരിക്കാതിരിക്കുന്നു?
അതായത് നമുക്കറിയാം നമ്മേക്കാൾ കൂടുതൽ ശക്തി മൃഗത്തിനുണ്ടെന്ന്. നമ്മേക്കാൾ കൂടുതൽ ശക്തി മൃഗത്തിനുണ്ടെന്ന് മൃഗത്തിന് അറിയില്ല. അതാണ് നമ്മുടെ ശക്തി. അതായത് യത് പ്രഭാവശ്ച, ഓരോ ശരീരത്തിന്റെയും പ്രഭാവം. ഒരു വലിയ വൃക്ഷമൊക്കെ ഒരു ആന എത്ര അനായാസകരമായിട്ട് എടുത്ത് താഴോട്ട് മാറ്റി വെക്കുന്നത്, നമ്മളൊക്കെ ഒരു ചെയർ എടുത്ത് മാറ്റി വെക്കുന്നത് പോലെ അല്ലേ? അത് ആ ശരീരത്തിന്റെ പ്രഭാവമാണ്. ഭഗവാന്റെ രൂപകൽപ്പനയിൽ ഇങ്ങനെ അനവധി ശരീരങ്ങളുണ്ട്. എത്രയോ കിലോമീറ്ററുകൾക്ക് മുകളിൽ പറക്കുന്ന പരുന്ത്, കഴുകൻ, ഒരു മലയുടെ മുകളിൽ താഴ്വാരത്തിൽ കിടന്നുറങ്ങുന്ന ഒരു ആട്ടിടയനെ കാണുന്നു. അതിൽ കുറച്ചുകൂടെ മാറി ഒരു മൃതശരീരം കാണുന്നു. ആ മൃതശരീരം കാണുമ്പോൾ ആ കഴുകൻ അത്രയും കിലോമീറ്റർ, 2-3 കിലോമീറ്റർ മുകളിൽ പറക്കുന്ന കഴുകൻ താഴോട്ട് വന്ന് ആ മൃതശരീരം കൊത്തിപ്പറിക്കുന്നു. എന്തുകൊണ്ട്? അതിന്റെ അപ്പുറം കിടന്ന ആട്ടിടയനെ കണ്ടപ്പോൾ അത് താഴോട്ട് ലാൻഡ് ചെയ്തില്ല. അത്രയും മുകളിൽ പറക്കുമ്പോൾ അത് ഉറങ്ങുന്ന ആളാണോ മൃതശരീരമാണോ എന്ന് തിരിച്ചറിയാനുള്ള കാഴ്ച ശക്തി ആ കഴുകനുണ്ട്. ആയുർവേദത്തിൽ ഹൃദ്രദൃഷ്ടി എന്നൊക്കെയാ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഓരോ ജീവിയും ഭഗവാൻ കൊടുത്തിരിക്കുന്ന പ്രഭാവം. പ്രഭാവശ്ച. അപ്പൊ ഓരോ ശരീരത്തിനും ഓരോ മഹത്വം, ഓരോ ഗ്ലോറി ഉണ്ട്. പ്രഭാവശ്ച തത് സമാസേന, അത് സംക്ഷിപ്തമായി ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ. ഇതൊക്കെ പറഞ്ഞ ശേഷം ഭഗവാൻ അർജുനന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാം. ഒരു ശിഷ്യ സംവാദമാണല്ലോ. അനവധി കാലത്തെ പരിചയം കൊണ്ട് പലപ്പോഴും ഒരു അവജ്ഞയൊക്കെ ഉണ്ടാവാം ശിഷ്യനെ. വിശ്വരൂപമൊക്കെ കാട്ടിയിട്ട് കുറെയൊക്കെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ചിലപ്പോഴൊക്കെ അത് മറക്കുകയും, ഈ വിശിഷ്ട ഗുണങ്ങളെയൊക്കെ മറക്കുക എന്നുള്ളതാണ് മായയുടെ ഒരു സ്വഭാവം. ഭഗവാന്റെ സ്വരൂപമൊക്കെ മനസ്സിലാക്കി ഇനി അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂരേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ എല്ലാം മറക്കുന്നു. നാലും കൃഷ്ണ നിനക്കെന്നെ അറിയില്ലല്ലോ എന്നും പറഞ്ഞാൽ തുടങ്ങുക തന്നെ. നിർലജ്ജം ചോദിക്കുന്നു. ഭഗവാൻ അദ്ദേഹത്തോടൊന്നും ചോദിക്കാത്തയാളെയാണ് ഇഷ്ടം. കാരണം നമ്മൾ അദ്ദേഹം ചോദിക്കാതെ തന്നെ പലതും തന്നിരിക്കുന്നു ഇല്ലേ? ഇന്നലെ പറഞ്ഞില്ലേ? പിന്നെ എന്താ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകേണ്ട ചോദിക്കുന്നത്? 9ാം അധ്യായത്തിലൊക്കെ പറഞ്ഞില്ലേ? നിവാസ ശരണം സുഹൃത് സുഹൃത് അല്ലേ? പല രൂപത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്, മിത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ പരിചയപ്പെടുക. എല്ലാം തന്ന ഓരോ നിമിഷവും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ്. സർവജ്ഞനാണ്. നമ്മുടെ എല്ലാം അറിയുന്നയാളാണ് ഇല്ലേ? എല്ലാം അറിയുന്ന ആളോട് നമ്മൾ ഇന്ന് വല്ലതും പറയണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സർവജ്ഞതയെ ചോദ്യം ചെയ്യലില്ലേ അത്? പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ആരെങ്കിലും നമുക്കൊരു ചോക്ലേറ്റ് തന്നാൽ നമ്മൾ താങ്ക് യു എന്ന് പറയില്ലേ? അപ്പൊ ഈ ഓരോ നിമിഷവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തിക്ക് ഒരു നന്ദി പ്രകാശനം. അതന്നെ നമ്മള് ഈ സ്തുതികളൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ആചാര്യന്മാരില്ലേ? അദ്ദേഹത്തെ നമ്മൾ സ്തുതിക്കുന്ന അവിടെ പോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആരെങ്കിലും ഭഗവാന്റെ അടുക്ക ചെന്ന് ചോദിക്കാറുണ്ടോ എനിക്കൊന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യണമെന്ന്? ഏറ്റവും വലിയ അത്ഭുതമല്ലേ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വിസർജിക്കുന്നു, ഇതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? അപ്പോ ഇത് പോയി ഇങ്ങനെ പരാതി പറയുകയാണ്. ഇനി അവർക്കൊന്നും എനിക്കൊന്നും കൊടുത്തില്ല, അവർക്കൊന്നും കൊടുക്കാതിരുന്നാ മതി. ചിലർ അങ്ങനെയാ. വികലമായ സംവിധാനത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു പല ക്ഷേത്രങ്ങളെയും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മനുഷ്യ ശരീരത്തിന്റെ സ്വഭാവം വളരെ രസകരമാണ്. അപ്പോൾ അർജുനൻ വിചാരിച്ചിട്ടുണ്ടാവാം, ഇതൊക്കെ അദ്ദേഹം ഇപ്പം എവിടെ നിന്നാ ഇതൊക്കെ പറയണത്? ഇദ്ദേഹത്തിന് വല്ല ആധികാരികത ഉണ്ടോ ഇതൊക്കെ പറയാനായിട്ട്? കാരണം കൃഷ്ണനെ കൂടെ കുറെ വർഷമായിട്ട് കാണുന്നുണ്ട് കൂടെ ഇല്ലേ? വലിയ തത്വങ്ങളൊക്കെ പറയാൻ ഇദ്ദേഹത്തെ എവിടെയാണ് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്?
ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വീകരിക്കാൻ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ചിന്തകളും വന്നിട്ടുണ്ടാവാം അർജുനനില്. അത് മനസ്സിലാക്കിയ ഭഗവാൻ സർവന്തര്യാമിയല്ലേ അദ്ദേഹം. ഇത് തന്റെ മാത്രം ആശയമല്ലെന്നും താൻ പറയാൻ പോകുന്ന ആശയങ്ങൾക്ക് ഉപോത്ഭേദമായി അതിന്റെ ആധികാരികത വെളിപ്പെടുത്തുകയാണ്. താൻ ഇതുവരെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നു ഇനി പറയാൻ പോകുന്നതുമായ കാര്യങ്ങൾ ഋഷിഭിർ ബഹുദാഗീതം, അനേകം ഋഷിമാർ സംഭാവന ചെയ്തതാണ്, അവരാൽ ഗാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ ഗീതയെ നാം ഭഗവത്ഗീത എന്നാ പറയുന്നത്. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് അത്യന്തം രഹസ്യമായ ഗഹനങ്ങളായ ആശയങ്ങളെ നാം കവിതയിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. എത്ര ഡ്രൈ ആയ വിഷയവും കാവ്യരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഹൃദ്യമായിട്ട് തോന്നുന്നു. ശാസ്ത്രീയമായ ആശയങ്ങൾ കാവ്യങ്ങളിലൂടെ പ്രകടിപ്പിക്കുക, അത് നമ്മുടെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. കാരണം അവർക്കതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുന്നുണ്ട്. നാം അധ്യാത്മ രാമായണം കിളിപ്പാട്ടെന്നാണ് പറയുന്നത്. ചൊല്ലാനല്ല, പാടാനാണ് പറയുന്നത് അല്ലേ. കിളിയോട് സുമധുരമായിട്ട് വേണം ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ. അത് ശുഷ്കമായ ഗദ്യത്തിലൂടെയാവുമ്പോൾ ഹൃദ്യമാവില്ല. അതാണ് ഇതര സാഹിത്യത്തിലൊന്നുമില്ലാത്ത ഒരു സൗന്ദര്യം നമ്മുടെ ആധ്യാത്മിക സാഹിത്യത്തിലുള്ളത്. ശാസ്ത്രീയമായ സത്യങ്ങളെ കവിതകളിൽ കൂടി അവതരിപ്പിക്കുക ഉപനിഷത്ത് സാഹിത്യത്തിന്റെ സവിശേഷതയാണ്. ഋഷിഭിർ ബഹുദാ ഗീതം, അനേകം ഋഷീശ്വരന്മാർ അനേക കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതും ദർശിച്ചിട്ടുള്ളതും. ഛന്ദോഭിർ, ഛന്ദസ് എന്നാൽ വൈദിക സാഹിത്യത്തിലെ ഒരു വൃത്തത്തെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ഭഗവത്ഗീത ഏത് ഛന്ദസ്സാണ്? അനുഷ്ഠിപ്പ്, തുഷ്ടിപ്പ് അല്ലേ, ഓരോരോ വൃത്തങ്ങളാണ് അല്ലേ. അപ്പോ ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്ന അനുഷ്ഠിപ്പ് വൃത്തമാണ്, തുഷ്ടിപ്പ് വൃത്തം അല്ലേ. ഇതുപോലെ ഛന്ദസ്, ഗായത്രി തുടങ്ങിയ പലവിധ വൃത്തങ്ങൾ, മീറ്റർ എന്ന് പറയും. ഛന്ദോഭിർ വിവിധൈ പൃഥക്, വേദത്തിലെ ചില ഭാഗങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മോർണിംഗ് ക്ലാസ്സിൽ കണ്ടു, 4 അതിന്റെ തിരിച്ചിട്ടുണ്ട് അല്ലേ. സംഹിത അല്ലെങ്കിൽ മന്ത്രം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുക്കള്, വ്യത്യസ്തമായ ഭാഗങ്ങൾ. ഇതിലേതെങ്കിലും ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതും ഛന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ, വേദത്തിലെ വിവിധ ആശയങ്ങളെ ക്രോഡീകരിച്ച് വ്യാസൻ രചിച്ചിട്ടുള്ളതാണ് ബ്രഹ്മസൂത്രം. സൂത്രം എന്നാൽ ചരട്. വേദത്തിലെ ചിന്നിച്ചിതറി കിടക്കുന്ന ആശയങ്ങളെ വ്യാസൻ സംക്ഷിപ്ത രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ബ്രഹ്മസൂത്രം. സൂത്രങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള പ്രതിപാദനങ്ങളില്ല, വളരെ ചുരുക്കം ചില ആശയങ്ങളെ ചരടിൽ കോർത്തിരിക്കുകയാണ്. ബൃഹത്തായ ആശയങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ശൈലിയാണ് സൂത്ര സാഹിത്യത്തിൽ. ഭക്തി സാഹിത്യത്തിൽ നമുക്കിത് കാണാം. ഏറ്റവും പ്രസിദ്ധമായ ഭക്തിസൂത്രം നാരദ ഭക്തിസൂത്രം, ശാണ്ഡില്യ ഭക്തിസൂത്രം, ഇവയൊക്കെ അല്ലേ സൂത്രങ്ങളാണ്. അങ്ങനെ ബ്രഹ്മസൂത്രത്തിലും ഹേതുമദ്ഭിർവിനിശ്ചിതൈഹി, അതായത് അനേകം സഹസ്രങ്ങളായി നിലനിൽക്കുന്നതായ ഈ ആശയങ്ങൾ കാര്യകാരണ സഹിതം അവതരിപ്പിച്ചിട്ടുള്ളതും നല്ലവണ്ണം നിർണയിക്കപ്പെട്ടതുമാണ്. വിനിശ്ചിതൈഹി, അതായത് ആർക്കു വേണമെങ്കിലും ഈ നിർണയത്തിൽ എത്തിച്ചേരാം. നമുക്കൊരു രോഗം വന്ന് ചേർന്നാൽ നമ്മൾ വിദഗ്ധന്റെ ഉപദേശം നമ്മൾ അംഗീകരിക്കാറില്ലേ?
അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ടയാളാണ്, ഏത് ഭാഷ സംസാരിക്കുന്നയാളാണ് എന്നൊന്നും നമ്മൾ പരിഗണിക്കാറില്ലല്ലോ. അദ്ദേഹം പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു. കാരണം അത് യുക്തിയുക്തമാണ്, കാര്യകാരണ സഹിതമാണ്, ശാസ്ത്രീയമാണ്. അതുപോലെ അക്ഷരസാഹിത്യത്തിലെ ആശയങ്ങൾ സാർവലൗകികമാണ്. അത് ആർക്ക് വേണമെങ്കിലും അപഗ്രഥനത്തിന് വിധേയമാക്കാൻ സാധിക്കും. അത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വ്യാസൻ പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീമാൻ സ്വാമികൾ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ പറഞ്ഞതായ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി സ്പർശിക്കുന്നതാവണം, നിങ്ങൾക്ക് ബോധ്യമാവണം. നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാനാവുമോ എന്ന് നമുക്ക് പരീക്ഷിച്ചറിയാൻ സാധിക്കുന്നതാവണം. കഠിനങ്ങളായ ജീവിത അനുഭവങ്ങളുമായി ബന്ധമില്ലെങ്കിൽ തത്വശാസ്ത്രത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും നശിപ്പിക്കുവാനുള്ള, ശമിപ്പിക്കുവാനുള്ള ഒരു ശക്തി ഈ ദാർശനിക സാഹിത്യത്തിനുള്ളത് കൊണ്ടാണ് ഇത് ശക്തമായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത്, ഇന്നും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് പല മതങ്ങളും കാലത്തിന്റെ പ്രവാഹത്തിൽ പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ, അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ, ഇവിടെ അതിന് പ്രചാരം കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ശമിപ്പിക്കാനുള്ള ശക്തി ഈ ദാർശനിക സാഹിത്യത്തിനുണ്ട്. അത് നിഷേധിക്കാൻ നമുക്ക് സാധിക്കില്ല. വലിയ വലിയ കേസുകളൊക്കെ കോടതിയിൽ വാദിക്കുമ്പോൾ അനവധി പ്രഗത്ഭന്മാരായ അഭിഭാഷകന്മാര് അത് വാദവും ക്രോസ് വിസ്താരവും ഒക്കെ നടത്തും. പ്രതികളെയും വാദികളെയും ഒക്കെ അവിടെ, സാക്ഷികളെയും ഒക്കെ അവിടെ വിസ്തരിക്കും. അവസാനം കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്ന സമയം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ജഡ്ജി വിധി പ്രഖ്യാപിക്കുന്നു. വിധി എപ്പോഴും ഒരു കൂട്ടർക്ക് അനുകൂലവും ഒരു കൂട്ടർക്ക് പ്രതികൂലവുമായിരിക്കും. അങ്ങനെ വിധി പ്രഖ്യാപിക്കുന്ന സമയം ജഡ്ജിമാർ സാമാന്യേന സമാന കേസുകളിൽ ഇതേപോലെയുള്ള വിധികൾ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് കോട്ട് ചെയ്യാറുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഞാനിതാ ഈ വിധി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു പാർട്ടിക്ക് വിധി പ്രതികൂലമാണെങ്കിൽ പോലും അപ്പീലിന് പോവണോ എന്ന് അവരൊന്നുകൂടി ആലോചിക്കും. കാരണം ഇത് ഈ ജഡ്ജിയുടെ മാത്രം തീരുമാനമല്ല. ഇതിനു മുമ്പ് പല ജഡ്ജിമാരും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഭഗവാനും ഋഷിമാരെയും വേദത്തെയും ഒക്കെ ഉദ്ധരിക്കുകയാണ്. ഛന്ദോഭിർ വിവിധൈ പൃഥക. അതായത് ഭാരത പാരമ്പര്യത്തില് അവതാര പുരുഷന്മാരെക്കാൾ ആദരണീയരായിരുന്നു ഋഷി പരമ്പര. അതുകൊണ്ടാണ് ശ്രീനാരദർ സഭയിലേക്ക് വരുമ്പോൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ എഴുന്നേറ്റ് നിന്നത്. ഒന്നുമില്ലാത്ത വിശ്വാമിത്രൻ കടന്നു വരുമ്പോൾ അയോധ്യാധിപനായ ദശരഥൻ എന്തും ചെയ്യുവാൻ തയ്യാറായത്. കാരണം അവർ തപസ്സികളാണ്. തപസ്സാണ് അവരുടെ ശ്വാസോച്ഛ്വാസം. തപസ്സുദാത്തമാണ്. അത് ഈശ്വരനോട് അടുപ്പിക്കുന്നതാണ്. വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതും പിന്നീട് ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ജീവിതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് ഈ ആശയം. അത് സ്വീകരിക്കുന്നത് നിങ്ങൾ ഹിന്ദു ആയിരിക്കണം, ഭാരതത്തിൽ ജനിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. യുക്തിയുക്തമായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ, മുൻവിധികളില്ലാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് മതസ്ഥരാണെങ്കിലും അവർ തലകുലുക്കി ഇതിനെ അംഗീകരിക്കും. കാരണം മാത്തമാറ്റിക്സ് എന്നും മാത്തമാറ്റിക്സ് ആണല്ലേ. ശാസ്ത്രം എന്നും ശാസ്ത്രമാണ്. ഇവിടെ ഒരു സംഖ്യ കുറച്ചാലും കൂട്ടിയാലും അതേ സംഖ്യ തന്നെയാണ് ലോകത്തെ ഏത് സ്ഥലത്ത് പോയി കൂട്ടിയാലും കുറച്ചാലും കിട്ടുക. അത് ശാസ്ത്രത്തിന്റെ ഒരു
നിഷ്ഠയാണ്. അതുപോലെ ഈ ജീവൽ ശാസ്ത്രത്തിൻ്റെയും സൂക്ഷ്മതയാണ് ഭഗവാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് അർജുനന് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കും സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. തുടർന്ന് അടുത്ത ശ്ലോകം 6. അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ ക്ഷേത്രത്തെ വിവരിക്കുകയാണ്. മഹാഭൂതാന്യഹങ്കാരഃ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാ ത്രിദിഃ ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. മഹാഭൂതാനി പഞ്ചമഹാഭൂതങ്ങൾ, അഹങ്കാരം കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം, ബുദ്ധി അവ്യക്തം ബുദ്ധി വാസനകൾ, ദശ ഇന്ദ്രിയാണി 10 ഇന്ദ്രിയങ്ങൾ, ഏകം അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന മനസ്സ്, പഞ്ച ഇന്ദ്രിയ ഗോചരാഹ 5 വിഷയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങൾ, ഇങ്ങനെ 24 തത്വങ്ങൾ അടങ്ങിയ ഏതക്ഷേത്രം ഈ ക്ഷേത്രത്തെ ഇച്ഛ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാതഃ, ചേതന, പ്രതി എന്നിങ്ങനെ സവികാരം വികാരത്തോടുകൂടി സമാസേന ഉദാഹൃതം ചുരുക്കി പറയാം. അപ്പൊ എന്താണ് ക്ഷേത്രം എന്ന് വിവരിക്കുകയാണ്. മഹാഭൂതാനി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുവാൻ എടുത്ത അടിസ്ഥാന പദാർത്ഥങ്ങൾ. ഭൂതം എന്ന വാക്കിൽ നിന്നാണ് ഭൗതികം എന്ന വാക്കുണ്ടായത്. ആകാശം എന്നുള്ളതൊരു മൂലകമാണ്. തന്മാത്ര എന്ന് മറ്റൊരു വാക്കിൽ പറയാം. അഗ്നി മറ്റൊരു എലമെന്റാണ്. അടിസ്ഥാനമായതിനെയാണ് മൂലം എന്ന് പറയുന്നത്. മൂലസംബന്ധമായതിനെയാണ് മൗലികം എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ, ഫണ്ടമെന്റൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഭൗതികവാദി, മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നത് മാത്രമാണ് സത്യം എന്ന് ചിന്തിക്കുന്നത്. ഭൂമി സത്യം, വായു സത്യം, ആകാശ സത്യം, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ 5 ഭൂതങ്ങൾ കൂടിച്ചേർന്നതാണ് മഹാഭൂതാനി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളും ചലനങ്ങളും അചലങ്ങളുമായ സകലതും ഈ 5 പദാർത്ഥങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിനെ വിഘടിച്ചാൽ ഇതറിയാൻ നമുക്ക് സാധിക്കും. നാം ഒരു ഗ്ലാസ് ജലം കുടിക്കുന്നു. ഗ്ലാസ്സിൽ എന്തുകൊണ്ട് വെള്ളമൊഴിക്കുന്നു? ഗ്ലാസ്സിൽ ആകാശമുള്ളതുകൊണ്ട്, സ്പേസ് ഉള്ളതുകൊണ്ട്. ഇനി ഈ ഗ്ലാസ്സിലെ വെള്ളം നാം കുടിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മുടെ ഉള്ളിൽ ആകാശമുണ്ട്. നാം വീണ് കഴിഞ്ഞാൽ, പതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആകാശം സമഷ്ടി ആകാശത്തിൽ പോയി ലയിക്കുന്നു, അല്ലേ? എന്താ ആകാശം എന്ന് പറഞ്ഞ അർത്ഥം? അവകാശം, അല്ലേ? അവകാശം തരുന്നതാണ്. പിന്നെ നമുക്ക് അവകാശം ആവശ്യമില്ല, അത് മൊത്തമുള്ള ആകാശത്തിൽ പോയി ലയിച്ചു. വായു സദാ ശ്വസിക്കാൻ സഹായിക്കുന്നു. വായു പോയാലോ
ഗതപതി വായോ ദേഹാപായേ ഭാര്യ വികൃതി തസ്മിൻ ഗായേ. ആ വായു നിലച്ചു കഴിഞ്ഞാൽ ബന്ധമുള്ള ഭാര്യയും ഭർത്താവും കൂടെ പിന്നെ അടുത്തേക്ക് വരില്ല. ജലം നമ്മുടെ ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും അതാണ്. ഇപ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചമഹാഭൂതങ്ങൾ. രാവിലത്തെ ക്ലാസ് ഈ വിഷയങ്ങളൊക്കെയാണ് ഇനി നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ അഹങ്കാരം, ഞാൻ എന്ത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും എന്നുള്ള ഭാവമില്ലേ? ആരൊക്കെ ഇതില്ലാത്തവരുള്ളത്? ഞാൻ നിങ്ങളൊക്കെ പറയുന്നവരല്ലേ, ചെയ്യുന്നവരാണ്. ഓരോ പക്ഷിക്കും ഓരോ മൃഗത്തിനും അതിൻ്റെതായ അഹങ്കാരമുണ്ട്. അത് ചെയ്യേണ്ടതായ പ്രവൃത്തികള്, അതിന് വേണ്ടതായ ജീവിത സാഹചര്യങ്ങള്, അതിന്റെ വിശ്രമം, ഇങ്ങനെ ഓരോ ശരീരത്തിനും അതിൻ്റെതായ അഹങ്കാരങ്ങളുണ്ട്. ബുദ്ധി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് തിരിച്ചറിയാനുള്ള സാമർഥ്യം ബുദ്ധി. മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ സഹജമായ ഒരു വിവേകം മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യനോ വിശേഷമായിട്ടുള്ളൊരു വിവേകമുണ്ട്. ഒരു ഡാൻസ് കളിക്കുന്ന പാവ അതിന് താക്കോല് മുറുക്കി ഇങ്ങോട്ട് വെച്ചാൽ കുറെ നേരം കിടന്ന് ചാടും. മനുഷ്യനൊഴികെയുള്ള മിക്കവാറും ജീവികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഉള്ളിൽ എന്താണോ പായ്ക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുവാനുള്ള നിസ്സഹായ അവസ്ഥ. പക്ഷേ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകാനുള്ള വിവേകത്തോടു കൂടിയുള്ള ഏകജന്മമാണിത്. അവ്യക്തം ന വ്യക്തം ഇത് അവ്യക്തം. ഇന്ന് വ്യക്തമല്ല, നാളെ വ്യക്തമാവും. ഒരു വിത്തിന്റെ ഉള്ളിലെ മുള പോലെ. അത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഏതാനും ദിവസം കൊണ്ട് അത് പൊട്ടിമുളയ്ക്കും. അതിനുള്ള സാധ്യതകൾ മുഴുവൻ അവ്യക്താവസ്ഥയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. നേരത്തെ നമ്മളൊക്കെയും ഇതുപോലെയായിരുന്നു, അവ്യക്താവസ്ഥയിൽ, മാതൃഗർഭത്തിൽ. ഇങ്ങനെയൊക്കെ ഓടി നടക്കാനുള്ള എല്ലാ സാധ്യതകളോടും കൂടി അവ്യക്താവസ്ഥയിലായിരുന്നു. വസിഷ്ഠൻ ശ്രീരാമചന്ദ്രജിയോട് പറയുന്നു, ഒരു മയിലിന്റെ പീലി വിടർത്തി ആടുവാനുള്ള കഴിവുകളോടുകൂടി അത് മുട്ടയിൽ ഒളിഞ്ഞിരിക്കും. അതിന്റെ വർണ്ണങ്ങൾ, ചിറകുകളുടെ വർണ്ണങ്ങള്, മനോഹരമായ നൃത്തം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ആ ചെറിയ മുട്ടയിൽ, ആ സാധ്യതകളൊക്കെ അവ്യക്താവസ്ഥയിൽ ഒളിഞ്ഞിരിക്കുന്നു. അതുപോലെ ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവൻ അതിന്റെ കാരണത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തൽക്കാലം ഒളിഞ്ഞിരിക്കുന്നതിനെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത്, ഈ പ്രകൃതി വെളിയിലേക്ക് വന്നാൽ അത് വികൃതിയായിട്ട് മാറുന്നു. ഇന്ദ്രിയാണി ദശൈകം ച, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളും കൂടി ചേർന്നത് ഏകം മനസ്സ്. 5 ഇന്ദ്രിയ ഗോചരം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ദൃശ്യമായത്. നിങ്ങൾ എനിക്ക് ഗോചരമാണ്, നിങ്ങൾക്ക് ഞാനും ഗോചരമാണ്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളായ 5 വിഷയങ്ങളെയാണ് ഇന്ദ്രിയ ഗോചരം എന്ന് പറയുന്നത്. ഇനി ആന്തരികമായ പ്രകടനങ്ങളെയാണ് 7-ാം ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സിന്റെ ഭാവങ്ങൾ, ഇന്നതിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആ പ്രീതി ഉണ്ടാവുന്നു. അത് മൃഗമായാം, പക്ഷിയാവാം, മനുഷ്യനായാലും. അതായത് നമുക്ക് അഭിരുചിയുള്ള കാര്യങ്ങൾ. ഒരു പുല്ല് കാണുന്ന സമയം പശു ഓടി വരും. മരത്തിൽ പഴങ്ങൾ കാണുന്ന സമയം പക്ഷികൾ ഓടി വരും. നമ്മൾ ആരും ക്ഷണിക്കണ്ട, അവര് പറഞ്ഞിട്ടാ നമ്മൾ തന്നെ അറിയാ പഴുത്തോന്നു. എങ്ങനെ അവരറിയുന്നു? എനിക്കിത് വേണം, എനിക്കിത് കിട്ടിയാൽ സന്തോഷമായി. ഈ ചിന്തകളൊക്കെ മനുഷ്യന് സ്വാഭാവികമാണ്. ഇച്ഛ. അതേ സമയത്ത് നമുക്ക് ഇച്ഛക്കനുസരിച്ച് ആണോ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്? നമ്മുടെ ഇച്ഛക്കനുസരിച്ചും
ഇച്ഛയ്ക്ക് വിപരീതമായിട്ടും കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ലോകത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് സാപേക്ഷികം എന്ന് പറയുന്നത്. ഒന്നിനെ ആശ്രയിച്ചാണ് വേറൊന്ന് നിൽക്കുന്നത്. ചിലത് നമുക്കിഷ്ടമില്ലാതെ വരുന്നു, അപ്പോൾ ദേഷ്യം. നമുക്ക് പ്രീതികരമല്ലാത്ത ചുറ്റുപാടുകൾ. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സങ്കടം. ഒരാൾക്ക് നമ്മൾ പൈസയൊക്കെ പേഴ്സിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളല്ല, അതിൽ ഏറ്റവും പഴയ നോട്ട് ഏതാന്ന് നോക്കൂ അല്ലേ? നമ്മുടെ ചിലവ് മറ്റുള്ളവർക്ക് വരുമാനമാണ്. ഇപ്പൊ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അല്ലേ? നമ്മൾ ഉടനെ പറയും ഇത്ര കോടി രൂപ ചെലവാണ്. പക്ഷെ ഇത്ര കോടി രൂപ ചെലവുണ്ടെങ്കിൽ അത് വേറൊക്കെ വരുമാനമാണ്. പോസ്റ്റർ പ്രിന്റ് ചെയ്യുന്നവർക്ക്, തൊഴിലാളികൾക്ക്, മൈക്ക് ഓപ്പറേറ്റേഴ്സിന് ഇല്ലേ, വാഹനങ്ങൾക്ക് വരുമാന രൂപത്തിൽ വേറെ ചിലർക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്ക് ദേഷ്യം, മറ്റുള്ളവർക്കോ അത് ഇച്ഛ, സന്തോഷം. ബാങ്കിലേക്ക് കൊണ്ട് പൈസ ഇടുമ്പോ സന്തോഷം, വിഡ്രോ ചെയ്യുമ്പോഴോ സുഖം, ദുഃഖം. അനുകൂലങ്ങളായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സുഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പൊ സുഖദുഃഖങ്ങൾ, ഇച്ഛാദ്വേഷങ്ങൾ. ഇച്ഛയുടെ മറ്റൊരു പേരാണ് രാഗം. എനിക്ക് അതിനോട് രാഗം തോന്നുന്നു, ആ രാഗത്തിൽ നിന്നും സുഖമുണ്ടാവുന്നു. ഈ രാഗം സംഭവിക്കുന്നില്ലെങ്കിൽ ദേഷ്യമായിട്ട് മാറും. സംഘാതം. ഇതിൻ്റെയൊക്കെ കൂടിച്ചേരലിനെയാണ് ചേതന. ചേതന എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പരമമായ സത്യത്തെ അല്ല, ഈ കൂടിച്ചേരലിനെ. ഇപ്പൊ ഈ റൂമിൽ തെളിച്ചിരിക്കുന്ന ലൈറ്റ്, ഈ റൂമിന് ചുവരുകളില്ലെങ്കിൽ ലൈറ്റൊക്കെ പുറത്തേക്ക് പോയി പ്രകാശം ഇല്ലേ? അപ്പോ ചേതന, വൈദ്യുതി ലൈറ്റിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ പ്രകാശം തരുന്നത് പോലെ സർവത്ര നിറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ ചൈതന്യം. പക്ഷേ എൻ്റെ മനസ്സിലും എൻ്റെ ബുദ്ധിയിലും മാത്രം പ്രകാശിക്കുമ്പോൾ അതിനെ നമ്മൾ അവിച്ഛിന്ന ചൈതന്യം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു ടെക്നിക്കൽ ടൈമാണ് കേട്ടോ, വിട്ടേക്കുക. അവിച്ഛിന്ന ചൈതന്യം ഒരു ശരീരത്തിൽ മാത്രം പ്രകാശിക്കുമ്പോൾ നമ്മുടെ ശരീരവും ബുദ്ധിയും മനസ്സുമായിട്ട് അതിനെ പരിമിതപ്പെടുത്തുന്നു. അത്രയോ. ധൃതി, ധൈര്യം. കുറെ പദങ്ങൾ നമ്മൾ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ധൃതി, ധൈര്യം. അപ്പൊ ഇച്ഛയും ദേഷ്യവും ഒക്കെ എത്ര കാലമായി നമ്മൾ കൊണ്ടു നടക്കുന്നു. പക്ഷെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇത് വല്ലതും ഉണ്ടോ? ആരോടും ദേഷ്യമില്ല, ആരോടും സങ്കടമില്ല. അതൊക്കെ എവിടെ പോകുന്നു? തൽക്കാലം അപ്രത്യക്ഷമാവും കേട്ടോ. നമ്മുടെ എല്ലാ പ്രകാരത്തിലുള്ള വികാരങ്ങൾ അത് അപ്രത്യക്ഷമാവുന്നു, പക്ഷെ ഒന്നും നഷ്ടമാവുന്നില്ല. ഉണർന്നു കഴിയുമ്പോഴോ അതേ വികാരങ്ങളുമായിട്ട് ഉണർന്നു വരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ വികാരങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെയാണ് ധൃതി എന്ന് പറയുന്നത്. ദിവസവും ഉറങ്ങുമ്പോൾ നമുക്ക് ശരിയായ ആരോഗ്യമുണ്ടാവും, മനസ്സിനും ശരീരത്തിനും. അതൊന്നും പോകുന്നില്ല എന്നർത്ഥം. അപ്പൊ കുറെ നേരം കിടന്നുറങ്ങുന്നു, പിന്നെയോ എഴുന്നേക്കുന്നു, ബാക്കി നാളെ ആവാനി. അപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ കൂടുതൽ ഉന്മേഷത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു ഉണർവ് കിട്ടിയിരിക്കുന്നു വിശ്രമം കൊടുത്തപ്പോൾ. ചിലരുടെ ഈ മാത്സര്യവും ദേഷ്യവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുടങ്ങുകയാണ്. കാരണം തലേദിവസം ഉറങ്ങാൻ പോയതേ അതോടുകൂടി അല്ലേ? തൽക്കാലം പോയി ശമിച്ചു, വീണ്ടും അതോടുകൂടി ഉണർന്നു.
ഇതൊക്കെ ഇപ്പോഴേ വിടാൻ സാധിച്ചില്ലെങ്കിലേ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിലരൊക്കെ മരിക്കാൻ കിടക്കുമ്പോഴും പറയുന്നത് പിന്നെ കാണാവും. ധൃതി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോഷിപ്പിച്ചു വരികയാണ് ഇങ്ങനത്തെ ഗുണത്തെ. ചില ആൾക്കാരുണ്ട് വിൽപത്രത്തിൽ തന്നെ എഴുതി വെക്കും, ഞാൻ പോയാലും കേസ് നടത്തണം, അതിനൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കളോട് പറയും വിട്ടുകൊടുക്കരുത്. ദേഷ്യം, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ. അപ്പൊ ധൃതി എന്നാല് ഈ ശരീരത്തിലുള്ള എല്ലാ നല്ല ഗുണങ്ങളെയും എല്ലാ ചീത്ത ഗുണങ്ങളെയും നാം പോഷിപ്പിക്കുന്നു. ഓരോ ദിവസവും ഫ്രഷ് ആവുന്നു. അതുകൊണ്ടാണ് പ്രായം കൂടിയാൽ പലരുടെ സ്വഭാവം മാറാത്തത്. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കും. അതായത് ശരീരത്തിന് മാത്രമേ പ്രായമായിട്ടുള്ളൂ, മനസ്സ് പ്രായമായിട്ടില്ലെന്ന് മാത്രമല്ല ചെറുപ്പായി വരികയാണ്. നല്ല പറഞ്ഞില്ലേ, നമ്മൾ പ്രേയസിന്റെ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാല് മനസ്സ് ചെറുപ്പായി വരും. കാരണം നമ്മൾ ഇങ്ങനെ കൊടുത്ത് അതിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഉള്ളിൽ പല വികാരങ്ങളും പല ചിന്തകളും ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. എത്ര വലിയൊരു ദുരന്തമാണെന്ന് ആലോചിച്ചു നോക്കൂ. ജീവിത സായാഹ്നത്തിൽ ഏറ്റവും ശാന്തി വേണ്ട സമയത്ത് ഏറ്റവും അശാന്തി അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ ധൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെല്ലാം പോഷിപ്പിക്കുന്നതായ ശക്തി. ഉറങ്ങുന്ന സമയത്ത് നടക്കുന്ന ഒരു ആരോഗ്യകരമായ സംപോഷണമാണ് ധൃതി. ക്ഷേത്രം, ഇതിനെയാണ് നമ്മൾ ധൃതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്ഷേത്രം എന്ന് മനസ്സിലായില്ലേ? ഈ ശരീരം മാത്രമല്ല, ഈ ശരീര സംബന്ധിയായിട്ടുള്ള എല്ലാം, കാണുന്നതെന്തും ക്ഷേത്രമാണ്. നമ്മുടെ മനസ്സിന് വിഷയമാവുന്നത് എന്തും ക്ഷേത്രമാണ്. മനസ്സും ക്ഷേത്രമാണ്, ശരീരവും ക്ഷേത്രമാണ്, ബുദ്ധിയും ക്ഷേത്രമാണ്, എല്ലാ വികാരങ്ങളും ക്ഷേത്രമാണ്. അപ്പോ ക്ഷേത്രജ്ഞനെ നമുക്ക് കാണുവാൻ പറ്റില്ല, അറിയുവാനും പറ്റില്ല. ക്ഷേത്രജ്ഞനിലേക്ക് നമ്മൾ സ്വയം ഉയരുകയാണ്. അതിനെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കണ്ണിനെ കാണുവാൻ പറ്റുമോ? മറ്റുള്ളതിനൊക്കെ കാണാം, പക്ഷെ നമ്മുടെ കണ്ണിനെ കാണാൻ സാധിക്കില്ല. അപ്പൊ കണ്ണിനെ കാണണമെങ്കിൽ എന്ത് വേണം? ഒരു കണ്ണാടി വേണം അല്ലേ? ആ ഉപകരണം കൊണ്ടാണ് നാം മറ്റുള്ളതിനെയൊക്കെ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് സ്വന്തം കണ്ണിനെ കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ കണ്ണുപയോഗിച്ച് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുമോ? അപ്പൊ ഈശ്വര ദർശനം, അതിന്റെ സാഫല്യം എന്താണ്? ഈശ്വരനെ കാണാൻ ഈശ്വരൻ സമ്മതിക്കില്ല. കാരണം കാണുന്നയാളെ ഈശ്വരൻ തന്നെ ഇല്ലാതാക്കും. അങ്ങനെ നമ്മൾ ഇല്ലാതാവുമ്പോഴേ ഈശ്വരനെ നിങ്ങൾക്കറിയുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈശ്വര ദർശനം സാധിക്കുകയില്ല. അഭാവത്തിൽ ഈശ്വര ദർശനം നാം സാധിക്കും. നാം ഇല്ലാതാവുമ്പോൾ അദ്ദേഹം ഉണ്ടാവും, അല്ലാതെ സാധ്യമല്ല. ക്ഷേത്രം, അതിനാൽ ഇതൊക്കെ ക്ഷേത്രമാണ്. സവികാരം ഒരുപോലെ ഇരിക്കുന്നതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഈ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഇതിനെ ഭഗവാൻ വിസ്തരിച്ചു. ഇനി ക്ഷേത്രജ്ഞനെ കുറിച്ച് പറയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ക്ഷേത്രജ്ഞനെ നമുക്കറിയാൻ സാധിക്കില്ല, ക്ഷേത്രം മനസ്സിലാക്കിയതുപോലെ.
നേരിട്ട് ക്ഷേത്രജ്ഞനിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതിന് ചില യോഗ്യതകളൊക്കെ നമ്മൾ നേടേണ്ടതുണ്ട്. ഈ യോഗ്യതകള് ആർക്കും നേടാവുന്നതാണ്. അപ്പൊ ആ യോഗ്യതകൾ ഇന്നതാണെന്ന് ബോധ്യമായാൽ അതിനുള്ള പരിശ്രമം തുടങ്ങുക. ഈ യോഗ്യതകൾ നേടുന്നതിന് പ്രത്യേകിച്ച് സംവരണമൊന്നുമില്ല. ഇന്ന പ്രായത്തിലുള്ളവർക്കേ അല്ലെങ്കിൽ ഇന്ന വിഭാഗക്കാർക്കേ ഉള്ളൂ എന്നൊന്നുമില്ല. അതിൻ്റെ യോഗ്യത നമ്മളൊക്കെ നേടേണ്ടവരുമാണ്. അതിനാൽ ക്ഷേത്രജ്ഞനെ അറിയുവാനുള്ള 20 മൂല്യങ്ങളാണ് ഇനി നമ്മൾ ഉപദേശിക്കുന്നത്. ഈ 20 മൂല്യങ്ങൾ യഥാശക്തി നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലോകത്തില് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും പുതിയതായിട്ട് അറിയാനില്ല എന്ന് പറയാം. ഈ 20 മൂല്യങ്ങൾ ഭഗവത്ഗീതയിലെ തന്നെ അതിസുപ്രധാനമായ ഒരു ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകങ്ങള്. എന്താണ് അറിവ്? ഈ 20 മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ശരിയായ ജ്ഞാനം നമുക്കുണ്ടാവുന്നത്. 8ാമത്തെ ശ്ലോകം. അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ. അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ. അമാനിത്വം വിനയം, ഞാൻ കേമനാണെന്ന ഭാവമില്ലാതിരിക്കൽ. അദംഭിത്വം ദമ്പമില്ലായ്മ, തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിക്കാതിരിക്കൽ. അഹിംസ, ഒരു ജീവിക്കും ദ്രോഹം ചെയ്യാതിരിക്കൽ. ക്ഷാന്തി, സഹനശക്തി. ആർജവം, വക്രബുദ്ധിയില്ലായ്മ, ഋജുത്വബുദ്ധി. ആചാര്യോപാസനം, ആചാര്യന്റെ പാവന ഹൃദയവും ആ പ്രബുദ്ധ ബുദ്ധിയുമായി ബന്ധപ്പെടൽ. ശൗചം, ബാഹ്യ ആഭ്യന്തര ശുചിത്വം. സ്ഥൈര്യം, അടിയുറച്ച ലക്ഷ്യബോധം. ആത്മവിനിഗ്രഹ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വശപ്പെടുത്തൽ. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് കാണാം. അമാനിത്വം, മാനിത്വം, ഞാൻ കേമനാണെന്ന് തോന്നുക, പൂജ്യനാണെന്ന് തോന്നുക. ഞാൻ സ്പെഷ്യലാണെന്ന് ചിലർ പറയാറില്ലേ? ഇവിടെ സ്പെഷ്യൽ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും സ്പെഷ്യലാണ്. പക്ഷെ ചിലരിങ്ങനെ പറയാറുണ്ടല്ലേ, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നമുക്കൊക്കെ നമ്മളെക്കുറിച്ച് വലിയ വലിയ സങ്കല്പങ്ങളാണുള്ളത്. ഭഗവാൻ ശങ്കരാചാര്യര് വളരെ ലളിതമായിട്ട് എന്നെ വർണ്ണിക്കുന്നുണ്ട്. ആത്മനി പൂജ്യഭാവം തത് അഭാവഃ അമാനിത്വം. അപ്പൊ ആത്മനി പൂജ്യഭാവം ഇതി മാനിത്വം, തത് അഭാവഃ ഇതി അമാനിത്വം. അവനവനിൽ താൻ പൂജ്യനാണ് എന്ന തോന്നലാണ് മാനിത്വം. അതില്ലാതിരിക്കല് അമാനിത്വം. താൻ ശ്രേഷ്ഠനാണ്
താൻ കുലീനനാണ്, കുലീന കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്, ഇങ്ങനെ സ്വയം തന്നെ കുറിച്ച് പുകഴ്ത്തൽ പറയുന്നവൻ. അവനവനെ കുറിച്ച് അമിതമായ സങ്കല്പം പുലർത്തുകല്, ഊതി വീർപ്പിച്ച ബലൂൺ പോലെ. അതില്ലാതിരിക്കലാണ് അമാനിത്വം. അത് അത്ര വേഗം സാധിക്കുമോ? ഞാൻ നിസ്സാരനാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ സാധിക്കണം. മറ്റുള്ളവരിൽ മതിപ്പ് വളർത്തുവാനുള്ള ശ്രമങ്ങളെക്കാൾ ഉപരിയായിട്ട് അവനവന്റെ ജന്മത്തോട് നീതി പുലർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പൊതുവെ നമ്മുടെ ഒരു ട്രെൻഡ് എന്താണ്? ഹൗ ടു ഇംപ്രസ് അതേഴ്സ്. എവിടെ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഓരോ കാര്യങ്ങൾ, വസ്ത്രധാരണമായാലും മേക്കപ്പിലായാലും ഓരോന്നിലും ഹെയർ സ്റ്റൈലായാലും ഒക്കെ അല്ലേ, ഈ മാനിത്വം വളർത്തല്. നമ്മൾ ഇതിന്റെ ഒന്നും പിന്നാലെ ഓടേണ്ട കാര്യമില്ല. നമ്മുടെ കഴിവുകൾ വളർത്തിയെടുത്താൽ മതി. ബാക്കിയെല്ലാം തന്നെ വന്നു ചേരേണ്ടതാണ് അല്ലേ? നമ്മുടെ മനസ്സ് സങ്കുചിതമാവുമ്പോഴാണ് താൻ കേമനാണെന്ന ചിന്ത പിന്നീട് വരുന്നത്. വിശാലമാകും തോറും മനസ്സിൽ ഏറ്റവും കൂടുതൽ ഔന്നത്യമാണ് ഉണ്ടാവുക. രാവിലെ കണ്ടില്ലേ, വിദ്യാഭ്യാസം ലക്ഷ്യം എന്താണ്? മനസ്സിനെ വിശാലമാക്കാനാണ്. അതിനാണ് പ്രകൃതിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ തീർത്ഥ സ്ഥാനങ്ങളിലൊക്കെ പോയാല്, ശബരിമലയും ഗുരുവായൂരും ഒക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പല ആൾക്കാരും പറയാറുണ്ട്, എന്തൊരു തിരക്കാണ്. ഈ പറച്ചിൽ കേട്ട ഈ വരുന്ന ആൾക്കാർ മുഴുവൻ ഇയാളെ തിരക്കാൻ വന്നാന്ന് തോന്നുന്നു അല്ലേ? ആ തിരക്കിന് നിങ്ങളും ഒരു കാരണമല്ലേ? അപ്പൊ മറ്റുള്ളവരുടെ സമയവും സൗകര്യവും എന്താ നമ്മൾ ചിന്തിക്കാത്തത്? എന്റെ കാര്യം, എന്റെ സമയം. പൊതുവെ മനുഷ്യ മനസ്സ് അതാണ് ചിന്തിക്കുന്നത് അല്ലേ? നമ്മെ പോലെ തന്നെ അവരും തൊഴാൻ വന്നതാണ്. നമുക്ക് സ്ഥലയോ സമയമൊക്കെ കിട്ടാൻ നമുക്ക് തൊഴാം അല്ലേ? ഇത് എങ്ങനെയെങ്കിലും ഇടിച്ച് കയറി ഒന്ന് പോവാം. ഭഗവാന്റെ മുമ്പിലേ ഇതാണ് ചിന്തയെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തോ? അതുകൊണ്ട് നാം മറ്റുള്ളവരെ തിരക്കാതിരിക്കുക. ഇങ്ങനെ മറ്റുള്ളവരെ തിരക്കാതിരിക്കുന്നവർക്കാണ് ശരിയായ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. അവനവനെ കുറിച്ച് അമിതമായ മതിപ്പില്ലാതിരിക്കല്, അമാനിത്വം, അദംഭിത്വം. ഹോ, എന്താ അയാളുടെ ഒരു ദമ്പ്, കേട്ടിട്ടില്ലേ പറയുന്നു? അദംഭിത്വം. ആദ്യം പറഞ്ഞത് അമാനിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേമനാണെന്ന തോന്നൽ സ്വയം ഉണ്ടാവുന്നതാണ്. ഇത് അദംഭിത്വം, പറഞ്ഞു നടക്കലാണ്. സ്വമഹത്വ പ്രകടനം ഇതി ദമ്പം. സ്വന്തം മഹത്വം പ്രകടിപ്പിക്കൽ, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം മഹത്വം പ്രകടിപ്പിക്കൽ. നമ്മുടെ മഹത്വം മറ്റുള്ളവരാണ് പറയേണ്ടത്, നമ്മളല്ല. ആത്മപ്രശംസ എന്ന് പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. തന്റെ ഫോട്ടോയും പ്രതിമയും താൻ തന്നെ സ്ഥാപിക്കുക, താൻ തന്നെ പോയി അനാച്ഛാദനം ചെയ്യുക. ഇല്ലേ, കണ്ടിട്ടില്ലേ പല നേതാക്കന്മാരൊക്കെ? കാരണം തനിക്ക് ശേഷം ആരും ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുന്നു അല്ലേ? കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടക്കുന്ന പല സ്റ്റേറ്റുകളിലും ഒക്കെ ചില മുഖ്യമന്ത്രിമാരൊക്കെ 4000, 5000 കോടിയൊക്കെ രൂപ മുടക്കി സ്വന്തം ഓഡിറ്റോറിയങ്ങളും പ്രതിമകളും ഒക്കെ സ്ഥാപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? പല മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഈ ഭാരവാഹികളുടെ കാലാവധിയൊക്കെ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അണികളോട് പറയൂ എന്റെ പേര് വീണ്ടും പറയാന്. അവർക്ക് പറയാൻ പറ്റിയാലോ അല്ലേ? സാറ് തന്നെ സെക്രട്ടറി ആയിട്ടിരുന്നാൽ മതി, സാർ തന്നെ പ്രസിഡന്റ് ആവണം. നോക്കൂ, നമ്മെ പോലെ തന്നെ സേവനം ചെയ്യുവാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക അല്ലേ? പലപ്പോഴും നമ്മുടെ പല പ്രസ്ഥാനങ്ങളും തകർന്നു പോകുന്നത് അതുകൊണ്ടാണ്.
ഈ പ്രായമായവർക്ക് കസേര വിട്ടു കൊടുക്കാൻ പറ്റില്ല. എന്നാലും പറഞ്ഞില്ലേ, അതൊരു ലഹരിയാണ് പലർക്കും. അതിങ്ങനെ ഇരിക്കുക. നമ്മൾ പുതിയ തലമുറയെ വാർത്തെടുത്ത് കൊണ്ടുവരണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം. എന്നിട്ടോ നമ്മൾ മാറുന്ന ഒരു മെന്ററെ പോലെ അതിനെ പോഷിപ്പിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ കാലത്തിന് ശേഷവും വളരെ നന്നായിട്ട് ഓരോ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. എവിടെയാണെങ്കിലും ഇന്നിപ്പോൾ ഞാനിപ്പോ ഈ പ്രഭാഷണത്തിന് ഈ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് കിട്ടുന്നത്. എന്നാൽ പൂജ്യ ഗുരുദേവ് ഈ ലോകം മുഴുവൻ ഓടി നടന്ന് ഈ പ്രഭാഷണമൊക്കെ ചെയ്ത സമയത്ത് ആദ്യ കാലങ്ങളില് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ ഒന്ന് ഓർപ്പിച്ചു നോക്കൂ. പൂനെയിൽ ആദ്യത്തെ യജ്ഞത്തിന് അദ്ദേഹം പോയ സമയത്ത് ആരും ഇവിടെ ഉണ്ടാവില്ല സ്വാമിജി, വെറുതെ എന്തിനാണെന്ന് ക്ഷേത്രക്കാര് ചോദിച്ചപ്പോ പ്രചാരണം ചെയ്യാൻ ആരുമില്ലായിരുന്നു. സ്വയം വേഷം മാറി മൈക്രോഫോണും വാടകയ്ക്ക് എടുത്തുകൊണ്ട് ജംഗ്ഷനിലൊക്കെ പോയി പ്രസംഗിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. ഹിമാലയത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്നും ഒരു സ്വാമി ചിന്മയാനന്ദൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇന്ന ദിവസം തൊട്ട് നടക്കുന്ന കരിമുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹം പോയി സ്വയം പ്രചാരണം ചെയ്തത്രേ. അദ്ദേഹം കാരണമാണ് എന്ന് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നേരെ മറിച്ച് ഞാനിവിടെ ഇരിക്കുമ്പോൾ വിചാരിക്കോ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ പ്രഭാഷണത്തിന്റെ ആ ഒരു എന്താ പറയുക വാഗ്ധോരണി കൊണ്ടാണ് എല്ലാരും കേൾക്കാൻ വന്നതെന്ന് വിചാരിച്ചാലോ? ഒരുപക്ഷെ തന്റെ കഴിവ് ഒരു ചെറിയ ഘടകമായേക്കാം, പക്ഷേ ആ ഒരു മഹാനല്ലേ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു കഴിവ് കൊണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയ പ്രഭാവം കൊണ്ട് എത്രയോ ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു. നമ്മളൊക്കെ ഓരോ ഗ്രാമങ്ങൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എത്രയോ ആൾക്കാരെ കാണാനൊക്കെ വരുന്നു. സ്വാമിജിയെ കണ്ടിട്ടുണ്ട്, സ്വാമിജിയെ കേട്ടിട്ടുണ്ട്. എന്നിട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ യജ്ഞങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് പ്രായമായ ആൾക്കാര്, അവരൊക്കെ പൂജ ഗുരുദേവന്റെ യജ്ഞങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ നമ്മളൊന്നും ഗുരുദേവനെ കണ്ടിട്ട് പോലുമില്ല. എന്നാലും എന്ത് ഭക്തിയോടുകൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അപ്പോ അതിൽ ഒരു ലാളിത്യം, ഒരു എളിമ നമുക്കുണ്ടാവണം അല്ലേ. ദമ്പ പ്രകടിപ്പിക്കാതിരിക്കുക. ഒരിക്കല് പൂജ്യ ഗുരുദേവ് കോഴിക്കോട് ഗീതായജ്ഞത്തിന് 1984 വന്നപ്പോൾ അവിടെ ഒരു പ്രശസ്തയായ ലേഡി ഡോക്ടറെ വീട്ടിലാണ് താമസിച്ചെന്ന്. ഇപ്പൊ അവരില്ല, വലിയ കോവിലം പോലുള്ള വീടാണ്. അപ്പൊ അവര് സ്വാമിജി വരുന്നത് പ്രമാണിച്ച്, വലിയ ഗുരുദേവന്റെ ഭക്തയാണ് കേട്ടോ. വീടിന്റെ മുമ്പില് കുമാരനാശാന്റെ ഒരു കവിതയിലെ ഒരു ശ്ലോകം വളരെ തങ്കലിപികളിൽ ഇങ്ങനെ കോട്ടിങ് ഇങ്ങനെ എഴുതി വെച്ചു. അതിന്റെ അർത്ഥം ഇതാണ്: അല്ലയോ ധന്യേ, നീ എത്ര ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ സ്വാമിജി ഒന്ന് താമസമൊക്കെ തുടങ്ങി. ദിവസവും 3-4 തവണ ഉള്ളിലേക്ക് റൂമിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇത് കാണുന്നുണ്ട്. കാരണം വരുമ്പോഴേ തന്നെ ഇത് കാണാം. നമുക്കറിയാം, ഒരുവിധം നമ്മുടെ പല ആൾക്കാർ സ്വാമിജിയെ കണ്ടിട്ടുള്ളവരാണ് അല്ലേ. സ്വാമിജിയുടെ ഒരു നിരീക്ഷണ പാടുത്വം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ. ഒരു ക്യാമറ കണ്ണുപോലെ എല്ലാം ഒപ്പിയെടുക്കുന്ന ആളാണ്. അപ്പൊ പല പരിപാടികളും കാണാൻ പങ്കെടുക്കാൻ പുറത്തേക്കും അകത്തേക്കൊക്കെ വരുന്ന ആളാണ്. പക്ഷേ സ്വാമിജി ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല 3-4 ദിവസമായിട്ട്. അത്രയും കഷ്ടപ്പെട്ട് ഈ സാധനങ്ങൾ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചതാണ്. സ്വാമിജി കണ്ട ഭാവമേ നടിച്ചിട്ടില്ല. ഒരു 3-4 ദിവസമൊക്കെ 5-ാം ദിവസമായപ്പോ അവർക്ക് തീരെ സഹിക്കിട്ടിട്ട് അവര് സ്വാമിജിയെ തന്നെ ചൂണ്ടിക്കും. സ്വാമിജി അത് കണ്ടില്ലേ, എന്റെ ഡോക്ടറെ നിങ്ങൾ ചെയ്തതിന്റെ മുഴുവൻ പോയെന്ന് ഉടനെ സ്വാമിജി മറുപടി പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് ഇത് പറഞ്ഞത്, എന്റെ ഗുണമൊക്കെ പോയെന്ന്. കാരണം അതല്ലായിരുന്നെങ്കില് സ്വാമിജി അവസാനം നല്ലൊരു കമന്റ് കൊടുക്കുമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക ആചാര്യന്മാരൊന്നും ഭക്തന്മാരെയും ശിഷ്യന്മാരെയും പ്രശംസിക്കാറില്ല നേരിട്ട്. മറിച്ച് അവരെ അച്ചടക്കത്തിൻ്റെതായ ഒരു കോണിൽ നിർത്തും. ചിലപ്പോൾ ശാസനയായിരിക്കും അവർക്ക്. സ്നേഹം പ്രവൃത്തിയിലൂടെയാണ് അവർ കാണിക്കാറ്, അത് പ്രദർശിപ്പിക്കാറില്ല.
അപ്പൊ പ്രദർശിപ്പിക്കുന്നതും പ്രവൃത്തിയിൽ കാണിക്കുന്നതും രണ്ടും രണ്ടാണ്. ഈ പോലീസുകാര് മന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഉള്ളിൽ കള്ള റാസ്കലിനായിരിക്കും ചിലപ്പം പറയുന്നത്. കാരണം മണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണേ. അപ്പൊ ദമ്പം എന്നാല് മഹത്വത്തെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ആൾക്കാരെ വെച്ച് പറയിപ്പിക്കുക. അതില്ലാതിരിക്കൽ അദംഭിത്വം. അഹിംസ സങ്കല്പം കൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. അതേസമയം വ്യവഹാര ലോകത്ത് നമ്മൾ മാർഗദർശനം ചെയ്യുകയും അനീതിക്കെതിരെ നമ്മൾ കർക്കശമായ നിലപാടുകൾ എടുക്കുക. അതൊരിക്കലും ഹിംസയല്ല. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നതും ഹിംസിക്കുന്നതും അതാണ് ഹിംസ. അദ്വൈത ഭാവമുള്ളവർക്കേ വാസ്തവത്തിൽ ഈ അഹിംസ ബോധ്യമാവുകയുള്ളൂ. അഹിംസ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ വക ഉപദേശമൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് യുദ്ധമാണ്, ഹിംസ തന്നെയാണ്. ക്രിയാത്മകമായ ഹിംസ ഒരിക്കലും അഹിംസയ്ക്ക് വിരോധമാവുന്നില്ല. അതിനാൽ ചില സന്ദർഭങ്ങളിൽ യുദ്ധം സേവനമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സൈനികർ സൈനികാഭ്യാസമൊക്കെ നടത്തുന്നത്? അത് രാജ്യത്തിന്റെ സുരക്ഷതയ്ക്ക് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങളെയും പൗരന്മാരെയും രക്ഷിക്കുന്നതിന് ആവശ്യമാണത്. ഭാരതത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നാം ഒരു രാജ്യത്തെ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല. എന്നാൽ അക്രമത്തെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ വെട്ടിപ്പിടിക്കാൻ പോയിട്ടില്ല. ഈ മഹാഭാരത യുദ്ധം തന്നെ ഒഴിവാക്കാൻ ഭഗവാൻ കൃഷ്ണൻ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്. സന്ധി സംഭാഷണം പറയാൻ പോയി താൻ അപമാനിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു. അർദ്ധരാജ്യം കൊടുക്കാൻ പറഞ്ഞു. പിന്നീട് 5 ജില്ലകള്, 5 ഗ്രാമങ്ങള്, പോട്ടെ 5 വീട് തരില്ല. പിന്നെ അവസാനം ഒരു 5 ബെഡ്റൂം ഫ്ലാറ്റാ ചോദിച്ചത്. എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവും. അപ്പൊ സൂചി കുത്താനിടതരില്ലെന്നാ പറഞ്ഞതല്ലേ. മനുഷ്യന്റെ സ്വാർത്ഥത. കുരുസഭയിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു അല്ലേ, പിടിച്ചു കെട്ടിയിടാൻ ശ്രമിച്ചു. എന്തെങ്കിലും ഈ ദൂത് പറയാൻ പോയപ്പോൾ ഓഫർ വല്ലതും കിട്ടിയോടെ? യുദ്ധം ജയിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും സ്ഥാനം നൽകാമെന്ന് അർജുനനോ യുധിഷ്ഠിരോ പറഞ്ഞോ? ബോർഡ് ചെയർമാനാക്കാം. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നത്. ഇലക്ഷനിൽ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, വേറെങ്കിലും സ്ഥാനങ്ങള് അംബാസഡർ ആകാം. നമ്മുടെ പൊതുനന്മയ്ക്ക് വേണ്ടി, എന്തിനറിയാം, നമ്മുടെ രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച എത്രയോ ധീരദേശാഭിമാനികള് അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്? പിൽക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാല് സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടും, താമ്രപത്രം കിട്ടും, നേതാക്കന്മാരാകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചോ അവര്? എന്തിനേറെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് എത്രയോ പേരുണ്ട്. തങ്ങൾക്ക് സ്വാതന്ത്ര്യം കാണുവാനെങ്കിലും സാധിച്ചു. പക്ഷെ തങ്ങളുടെ കൂടെ ഇറങ്ങിയ പലരും രക്തസാക്ഷികളായില്ലേ? അത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. ഒരു പ്രതിഫലവും ആവശ്യമില്ല, ഒരു ബഹുമതിയും വേണ്ട എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട്. ഇതാണ് അഹിംസയുടെ സ്പിരിറ്റ്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്ന സമയത്ത് തന്നെ പ്രതിരോധിക്കുക. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. ഇന്നിപ്പോൾ പലയിടത്തും സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബോർഡുകളൊക്കെ കാണാം, നല്ലത് തന്നെ. പക്ഷെ ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന വാക്കാണ് എന്താണ്? നിങ്ങളൊരു സസ്യബുക്കാവൂ, മാരക രോഗങ്ങളെ ഒഴിവാക്കൂ. അപ്പൊ രോഗം ഒഴിവാക്കാൻ വേണ്ടിയാണ് സസ്യാഹാരം, മാംസാഹാരം ഒഴിവാക്കുന്നത്. അല്ലെങ്കിലോ കുഴപ്പമില്ല, രോഗം ഇല്ലെങ്കിൽ അല്ലേ. ഒരു മൃഗം ആഹാരത്തിന് വേണ്ടി വേറൊരു മൃഗത്തെ ആക്രമിക്കുന്നു, അത് ഹിംസയല്ല. അതിനെ രക്ഷിക്കുന്നതാണ് ഹിംസ. ഇപ്പൊ ഒരു ഗൗളി
ഒരു ചെറിയ പാറ്റകളെയൊക്കെ പിടിക്കുന്ന നമുക്കറിയാം, ലൈറ്റിന്റെ അടിയിൽ വെച്ച് തോന്നല്ലേ, അയ്യോ പാവം ആ പാറ്റയെ നമ്മൾ രക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച അത് ഹിംസയാണ്. കാരണം പ്രകൃതി കൊടുത്തിരിക്കുന്ന അന്നമാണ് അതല്ലേ. നേരെ മറിച്ച് നമ്മളത് ചെയ്യുമ്പോൾ ഹിംസയാവും. കാരണം നമുക്കതില്ലാതെയും ജീവിക്കാം. അപ്പോ ഇതര ശരീരങ്ങളിലെ ഈശ്വരനെ ആദരിക്കലാണ് അഹിംസ. നമുക്ക് എന്തെങ്കിലും ഹാനികരമായിട്ട് വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കുന്നില്ലേ? കണ്ണിലൊരു കരട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അഹിംസ എന്ന് പറയുന്നത് ഒരിക്കലും അന്യായത്തെ വളർത്തുകയോ അന്യായത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല. അവിടെയൊക്കെ അതിൻ്റെതായ നിയമവ്യവസ്ഥകളുണ്ട്. പക്ഷേ അഹിംസയുടെ അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ബുദ്ധമതമൊക്കെ ക്ഷയിക്കുവാൻ കാരണമായത്. അഹിംസയെ അക്ഷരാർത്ഥത്തിലെടുത്തു. എന്നാൽ ഇന്നിപ്പോഴോ ബുദ്ധമതം വളരെ വ്യാപകമായ, ഇന്ന് ഭാരതത്തിൽ നിന്ന് പോയി ചൈന, കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ, ഇവിടെയൊക്കെ ലാമമാര് പോലും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു. അതായത് അവരുടേതായ മൂല്യങ്ങളിൽ നിന്ന് അവർ തന്നെ വ്യതിചലിച്ചു അല്ലേ. അപ്പോൾ ശരീരം കൊണ്ട്, ബുദ്ധി കൊണ്ട്, മനസ്സുകൊണ്ട് ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക എന്ന ശ്രേഷ്ഠമായ വിചാരമാണ് അഹിംസ. ശാന്തി, ക്ഷമ, സഹനശക്തി. ക്ഷമ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ല, ധീരമായ നിലപാടാണ്, ഒരു ഭൂഷണമാണത്. ഓർമ്മിക്കുക, ഒരു ധീരനെ മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ എടുത്തിയാടെ. ഒരെഴുത്ത് വായിച്ചു, ഉടനെ ദേഷ്യം വന്നു, ഉടനെ മറുപടി അയക്കാതിരിക്കുക, 2 ദിവസം ക്ഷമിക്കുക, കാത്തിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ, നിലപാട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ശാന്തി എന്ന് പറയുന്നത് ക്ഷമയാണ്, വേറെ അർത്ഥത്തിൽ സഹനം എന്ന് പറയുന്നു. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് സഹന സമരമായിരുന്നു. ഭഗവത്ഗീതയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് തത്വം. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടെടുത്ത് ചാടുമ്പോൾ, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു 100 വാൾട്ടിന്റെ ബൾബ് അയാളുടെ ശരീരത്തിൽ വെച്ചാൽ കത്തും. നമ്മൾ ഇടയ്ക്ക് പറയാറില്ല ചൂടാവരുത്. രക്തധമനികളൊക്കെ എങ്ങനെ ചൂട് പിടിക്കും അല്ലേ. വാക്കുകൾ തന്നെ ചിലപ്പോൾ പുറത്തേക്ക് വരില്ല, പറയണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ എടുത്തുചാട്ടം ഒരിക്കലും ഒരു ധീരതയല്ല, അത് നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ ഒരു തകരാറാണ്. മറിച്ച് പ്രതിസന്ധികൾ വന്നാലും അചഞ്ചലമായിട്ട് നിൽക്കുവാൻ കഴിയണം. അതിനാണ് ശാന്തി എന്ന് പറയുന്നത്. സഹനം, ഈ ഒരു ഗുണം നമ്മളൊക്കെ വളർത്തിയെടുക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ശാശ്വതമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, പലപ്പോഴും ഈ എടുത്തുചാട്ടമാണ് പല ബന്ധങ്ങളും പോലും തകരാറാക്കുന്നത്. ഒരാൾക്കെങ്കിലും ഈ ഒരു സഹനം ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാകും. സഹനം അതൊരു ദൗർബല്യമല്ല, അത് മനസ്സ് വലുതായിരിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ധീരന്മാർക്കേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ സഹനശക്തി കൊണ്ട് ഒരുപക്ഷെ ആരാണോ നമ്മളോട് കോപിക്കുന്നത് അവർ പോലും ചിലപ്പോൾ നിലപാട് മാറ്റിയേക്കാം. ആർജവം, നമ്മുടെ വ്യക്തിത്വത്തിന്റെ നിഷ്കപടത, കാപട്യം ഇല്ലായ്മ, ഇതൊക്കെ നമ്മൾ കഴിയുന്നത്ര വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേത്രജ്ഞനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ആർജവം ഉള്ളവനാണ് അർജുനൻ. തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല, തന്റെ ദൗർബല്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് ഗീത 1-ാം അധ്യായത്തിലല്ലേ. തന്നെ അതുപോലെ അംഗീകരിക്കാൻ സാധിക്കുക, ഇതാണ് ശ്രേഷ്ഠത. ഒന്നും ഒളിച്ചു വെക്കുന്നില്ല.
നമ്മളെ കൂടുതലായിട്ടോ കുറവായിട്ടോ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഞ്ചനയാണ്. നമുക്ക് നമ്മെ സമുദ്ധരിക്കണമെന്ന് വെച്ചാൽ നാം നമ്മളോട് നീതി പുലർത്തണം. സുഭാഷ് ചന്ദ്രബോസിന്റെ വളരെ പ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്. A man lived himself can hardly be false to humanity. അവനവനോട് ആത്മാർത്ഥത പുലർത്തി ജീവിക്കുന്നവൻ ഒരിക്കലും മനുഷ്യ സമൂഹത്തെ തെറ്റായിട്ട് നയിക്കുകയില്ല. 1943 INA രൂപീകരിക്കുമ്പോൾ ജൂലൈ 25 സിംഗപ്പൂരിൽ വെച്ച് ചെയ്ത പ്രഭാഷണത്തിന്റെ മുഖ്യ പ്രഖ്യാപനം ഇതായിരുന്നു: അവനവനോട് ആത്മാർത്ഥത പുലർത്തി ജീവിക്കുന്നവൻ ഒരിക്കലും മനുഷ്യ സമൂഹത്തെ തെറ്റായിട്ട് നയിക്കുകയില്ല. അതുകൊണ്ട് ഇതിൽ വരുന്ന ഓരോ സോൾജിയർ ആദ്യം നമ്മളോട് ആത്മാർത്ഥത പുലർത്തുക, അങ്ങനെ പ്രതിജ്ഞ ചെയ്യണം. നിർഭാഗ്യവശാല് നമ്മുടെ രാഷ്ട്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നേതാവായി പോയി സുഭാഷ് ചന്ദ്രബോസ്, ഇല്ലേ? പലരും അങ്ങനെ ആക്കി അദ്ദേഹത്തെ. അപ്പൊ ആദ്യം അവനവന് ആത്മാർത്ഥത പുലർത്തി ജീവിക്കുക. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ എല്ലാം നേർരേഖയിലായിരിക്കുക. അടിസ്ഥാനപരമായി, ആത്യന്തികമായി നാം വേറൊരു തരത്തിൽ നമ്മളെ അവതരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. താൽക്കാലികമായിട്ട് ചില നേട്ടമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമുക്ക് മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കാൻ സാധിക്കാം. പക്ഷെ അവനവനെ ഒരിക്കലും വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ആചാര്യോപാസനം, ആചാര്യനെ ഉപാസിക്കുക. താൻ ഗ്രഹിച്ചതായ ആശയങ്ങൾ ആചരിക്കുന്നവനെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ആ ആചാരത്തിലൂടെ താൻ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. ആചാരം നമുക്ക് സാധിക്കണമെങ്കിൽ നാം അതിനെക്കുറിച്ച് വേണ്ടവണ്ണം ധരിച്ചിരിക്കണം. അത് നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും, ഗ്രന്ഥങ്ങളിൽ നിന്നും, മാതാപിതാക്കന്മാരിൽ നിന്നും, അധ്യാപകന്മാരിൽ നിന്നും നമുക്ക് ഈ ഒരു നിലപാട് ആദ്യം ഉണ്ടാവണം. കലാലയങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന അറിവ് വസ്തുതകളെ കുറിച്ചുള്ള അറിവുകളാണ്, പഠനമാണ്. കണക്കിനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, സയൻസിനെക്കുറിച്ച്, ഭൂപ്രകൃതിയെക്കുറിച്ച്, ഇതൊക്കെ ഭൗതികമായ അറിവാണ്. പക്ഷെ വാസ്തവത്തില് ജീവിത വീക്ഷണം എന്താണ്? അത് നമ്മുടെ പ്രയോഗങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ അധ്യാപകർ സ്കൂളുകളിൽ മാത്രമല്ല കുട്ടികളെ സ്വാധീനിച്ചിരുന്നത്, സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? സ്കൂളിന് വെളിയിലും. വൈകുന്നേരം കുട്ടികളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അധ്യാപകർ ചോദിക്കും, സമയം 6 മണി ആയില്ലേ, എന്താ നടക്കുന്നത്, പോയി സന്ധ്യാനാമം ചൊല്ലാനൊക്കെ പറയും. പണ്ടത്തെ അധ്യാപകർ ഇന്നും മിണ്ടില്ല. കാരണം അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു ഇവിടെ. അതാണ് അവർ ഉൾക്കൊണ്ടിരുന്ന വിചാരങ്ങൾ. ഈ വിചാരം എങ്ങനെയാ നമുക്ക് കൈവന്നത്? പൈതൃകത്തിൽ നിന്ന് വന്നതാണ്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്, അവർക്ക് അവരെ പൂർവ്വന്മാരിൽ നിന്ന് കിട്ടിയതാണ്, അല്ലേ? ഈ വിചാരങ്ങള് വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ നിന്നും വരുന്നതാണ്. മുതിർന്നവർ പെരുമാറുന്നത് കണ്ട് നമ്മൾ അനുവർത്തിച്ചതാണ്. ആ വിചാരമാണ് നാം ആചാരമായിട്ട് ജീവിതത്തിൽ നടപ്പാക്കുന്നത്. അപ്പൊ വിചാരം ആചാരമായിട്ട് മാറും. നമ്മൾ ആചരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ അത് കാണുന്നത്, അത് പ്രചാരമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സംസ്കാരം അനസ്യൂതമൊഴുകിക്കൊണ്ടിരുന്നത്. വിചാരം, ആചാരം, പ്രചാരം. ഇവിടെ സംഘടിതമായ ഒരു മതപ്രചരണം നമുക്ക് ആവശ്യമില്ലായിരുന്നു.
ഇതുപോലുള്ള ഞങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. സംഘടിതമായ ഒരു സദസ്സുണ്ടായിരുന്നില്ല. 1-2 ആൾക്കാരോടാണ് പണ്ട് പൂർവ്വന്മാര് ആചാര്യന്മാര് സംസാരിച്ചിരുന്നത്. കൃഷ്ണൻ അർജുനോട് സംസാരിക്കുന്നത് പോലെ. പിന്നീട് അത് എല്ലാവരിലേക്കും പ്രചരിച്ചു, ജനലക്ഷങ്ങളെ ആകർഷിച്ചു. അപ്പോ ആദ്യം വിചാരം വേണം. പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമ്പത്തിനെ വിചാരം, അതിനെ നമ്മൾ ജീവിതത്തിൽ ആചരിക്കണം. അത് നമ്മുടെ അടുത്ത തലമുറ കണ്ട് പ്രചരിപ്പിക്കണം. ഈ 3 സ്തംഭങ്ങളിലാണ് നമ്മുടെ ഭാരത പൈതൃകം ഉറപ്പിച്ചിരിക്കുന്നത്. വിചാരം, ആചാരം, പ്രചാരം. ആചരണത്തിലൂടെ മതം പ്രചരിച്ചിരുന്നു. അങ്ങനെയാണ് നാം സമൂഹത്തെ കാണുന്നത്. പലപ്പോഴും നമ്മളിത് വാക്കിൽ മാത്രം ഒതുക്കുന്നവരാണ്. പണ്ടുള്ളവര് പറയുന്നതിനേക്കാൾ കൂടുതൽ ആചരിക്കുന്നവരായിരുന്നു. അതായത് ഈ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് ഒരു ധീരതയാണ്. അതുകൊണ്ടാണ് ഗീത 3-ാം അധ്യായത്തില് ഭഗവാൻ അർജുനനോട് പറയുന്നത്, എന്നെ നോക്കൂ. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകഃ തദനുവർത്തതേ. ശ്രേഷ്ഠന്മാർ ഏതിനെ ആചരിക്കുന്നുവോ ഇതര ജനങ്ങൾ അതിനെ അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ശ്രേഷ്ഠ പുരുഷന്മാർക്ക് വലിയൊരു റോളാണ് ഇവിടെയുള്ളത്. നമ്മളൊക്കെ അനുകരണ പ്രിയരാണ് അല്ലേ? നമുക്ക് ധാർമ്മികമായിട്ട് ജീവിക്കണം എന്നൊക്കെ മോഹമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നാട്ടിൽ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കും. അവരെങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത് ഒക്കെ നോക്കും. എന്നിട്ടോ ക്രമേണ അത് ജീവിതത്തിലേക്ക് പകർത്തും. അനുകരണ പ്രിയരാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ശ്രേഷ്ഠ പുരുഷന്മാർ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ആയിപ്പോയി. അവരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് സോപ്പ് തേച്ച് കുളിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞ അവർ പരിചയപ്പെടുന്ന ഓരോ വസ്തുക്കൾ അവർ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത വസ്തുക്കള് കോടികൾ വാങ്ങിയിട്ട്. കാരണം നമ്മുടെ ശ്രേഷ്ഠ പുരുഷന്മാരായി പോയി നമ്മൾ അനുകരിക്കുന്നു അല്ലേ? ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്, നീ എന്നെ നോക്കൂ. ഈ 3 ലോകങ്ങളിലും എനിക്ക് നേടേണ്ടതായിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ സദാസമയവും 364 മണിക്കൂറും കർമ്മങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ കർമ്മങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ്. മയ അധ്യക്ഷേന പ്രകൃതി സൂയതേ സചരാചരം. അതിന്റെ സന്നിധി മാത്രയിൽ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം അദ്ദേഹം കർമ്മം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബന്ദില്ല, ഹർത്താലില്ല, സദാസമയവും വായു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യമധർമ്മരാജ ഓടി നടന്ന് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഭയപ്പെട്ടുകൊണ്ടെന്ന വണ്ണം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അവയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഭഗവാന്റെ പ്രപഞ്ച നിർവഹണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നീ എന്നെ നോക്കൂ. ഇന്ന് എത്ര അച്ഛനമ്മമാർക്ക് മക്കളോട് പറയാൻ സാധിക്കും, നീ എന്നെ കാണൂ, എന്നെ കണ്ടുപിടിക്കൂ. എത്ര പേര് പറയും? വേണേ പറ, അയലോക്കത്തെ അവളെ കണ്ടുപിടിക്കാൻ പറയും, അവനെ കണ്ടുപിടിക്കാൻ പറയും അല്ലേ? ഞാനോ ഇങ്ങനെയായി, എന്നെ കാണാ, എന്നെ പോലെ ആവരെന്ന് അവിടെ പറയും അല്ലേ? നമ്മളാണ് റോൾ മോഡൽ ആവേണ്ടത് മക്കൾക്ക്. എന്നെ കണ്ടുപിടിക്കൂ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണ്ടേ മക്കളുടെ അടുക്കല്? എത്ര ലീഡർമാർക്ക് ഇന്ന് അനുയായികളോട് പറയാൻ പറ്റുന്നുണ്ട് എന്നെ കണ്ടുപിടിക്കാൻ? അയ്യോ, അവരെയൊക്കെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാവുമെന്ന്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞത്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നല്ലേ? നമുക്ക് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒരാൾക്കും ആ വ്യക്തിത്വത്തെ നിഷേധിക്കാനാവില്ല. ലോക ചരിത്രം അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്കുകളില്ലാതെ മുന്നോട്ട് പോവില്ല. അത് ആർജവത്വമാണ്. സരോജിനി നായിഡു ഒരിക്കൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്കൊന്നും മര്യാദ സഞ്ചരിക്കാൻ സാധിക്കില്ല.
കാരണം അപ്പോഴേക്ക് സെക്യൂരിറ്റിക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അവർക്കാണെങ്കിൽ ഗാന്ധിജിയെ നന്നായിട്ട് ഉപദേശിക്കാനുള്ള ശാസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, സെക്യൂരിറ്റിക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ സാധാരണക്കാർക്ക് സൗകര്യപ്രദമായ രൂപത്തില് അങ്ങ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്യൂ. അപ്പം ഗാന്ധിജി ചിരിച്ചുകൊണ്ട് ആ പല്ലില്ലാത്ത മോണയൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 4ാം ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 3ാം ക്ലാസ് യാത്ര ചെയ്യുന്നത്. കാരണം ഒരിക്കൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്നും ആ സൗത്ത് ആഫ്രിക്ക പിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞ ആ ബാഗുകളോട് വലിച്ചെറിഞ്ഞ ആ നിമിഷം പ്രഖ്യാപിച്ച മനസ്സിലല്ലേ ഇനി ജീവിതത്തിൽ ഒരിക്കലും അതിനകത്തേക്ക് കയറില്ല എന്ന് അതിലുറച്ചു നിന്നു. പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടേതായ നിലപാടുകള് അത് ലാളിത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്, നീതിയിൽ ഉറച്ചിരിക്കുന്നു, വസ്തുതയിൽ ഉറച്ചു നിൽക്കുന്നു. അത് സാഹചര്യം കൊണ്ട് മാറ്റുന്നതല്ല. ഇതാണ് ആർജവത്വം, ആർജവം. അങ്ങനെയുള്ള ആചാര്യനുള്ള ഉപാസന, ആചാര്യന്റെ ആശയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഒരു ഗുരുനാഥനോടുള്ള ഏറ്റവും വലിയ കൃതജ്ഞത എന്ന് പറയുന്നത് ഗുരുനാഥൻ പറഞ്ഞ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കലാണ്. നമ്മളിപ്പോ പൂജ്യ ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിയുടെ 108ാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാ ഏറ്റവും വലിയ ആഘോഷം? അദ്ദേഹത്തിന് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്താണ്? ഇത്രയും ഭൗതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു 30 വർഷമായി അദ്ദേഹം സമാധിയായിട്ട് അക്കാലത്ത് ഒരു 42 വർഷം ഈ ലോകം മുഴുവൻ ഓടി നടന്നുകൊണ്ട് ഭഗവത്ഗീത ഉപനിഷത്ത് ആശയങ്ങളും ജനങ്ങളിലേക്ക് വാരി വിതറിയില്ലേ, ജനലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ട്. ഇന്ന് നമുക്ക് എല്ലാ ഭൗതിക സൗകര്യങ്ങളുണ്ട്, സ്വന്തമായിട്ട് എല്ലായിടത്തും ബിൽഡിങ്ങുകളുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. സ്വാമിയുടെയൊക്കെ യജ്ഞമൊക്കെ നടത്തുമ്പോൾ ജനങ്ങൾ 10,000 വെറും തറയിൽ ടാർപോളിനിട്ടായിരുന്നത് ഗ്രൗണ്ടില്. എത്ര ആവേശപൂർവ്വം അതിനെ കേൾക്കാനിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ അദ്ദേഹം ചെയ്ത ആ ധർമ്മം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അതിന്റെ എത്രയോ ഇരട്ടി ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടവരാണ്, കൊച്ചുകുട്ടികളിലേക്ക്, മുതിർന്നവരിലേക്ക്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് ആചാര്യോപാസനം. അല്ലാതെ നമ്മൾ എത്ര 108 ഇനി മിഷന്റെ 75ാം പിറന്നാൾ വരുന്നു, അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുമല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുസേവനം എന്ന് പറയുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സമയം അവസാന ശ്വാസം വരെയും ഇല്ലേ. അല്ലാതെ 80കളില് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇനി മിണ്ടാതിരിക്കുക, കുറച്ചുനാൾ ജീവിക്കണമെന്ന് വെച്ചാൽ. പക്ഷെ പിന്നീടുള്ള 13 വർഷമാണ് ദിവസം 17-18 മണിക്കൂർ അദ്ദേഹം പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. അവസാനം ആ സാന്റിയോഗയില് അമേരിക്കയില് 1993 ഓഗസ്റ്റ് 3-ാം തീയതി സംസാരിച്ചു കൊണ്ടിരിക്കവേ ജീവൻ വെടിയുകയാണ്. അവസാന നിമിഷം വരെ നമുക്ക് വേണ്ടി ഈ സംസ്കാരത്തെ ലോകത്ത് വാരി വിതറാൻ വേണ്ടി ജീവിച്ച ഗുരുനാഥനാണല്ലേ. നമുക്കൊക്കെ ചെയ്യാൻ പറയുന്ന ആചാര്യോപാസന എന്ന് പറയുന്നത് അതിനെ നമുക്ക് പരമാവധി ആൾക്കാരിലേക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ ദക്ഷിണ എന്ന് പറയുന്നത്. ഇതിൽ കവിഞ്ഞൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. ഈ ഭഗവത്ഗീത ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണനും ഏറ്റവും വലിയ ഗുരുവാണ്, ജഗത് ഗുരുവാണല്ലേ. നമ്മളിത് പഠിക്കുന്ന സമയം ഭഗവാന്റെ ശ്രദ്ധ കൂടുതൽ നമ്മിൽ ഉണ്ടാവുകയാണ്. ഓ, ഞാൻ പണ്ട് ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനന് പറഞ്ഞു കൊടുത്തത് ഇയാളിപ്പോ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അവിടെ ഇരുന്ന് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണേ. ഒരു പക്ഷേ ഗുരുവായൂർ 10,000 ക്യൂ നിൽക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷെ ഗീത പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്തായാലും. കാരണം ഭഗവാന്റെ വാക്കുകളിലാണ് ഭഗവാന്റെ സാന്നിധ്യമുള്ളത്. 18-ാം അധ്യായത്തിൽ ഗംഭീരമായിട്ട് ഈ ആശയങ്ങളൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ആരിത് കേൾക്കണം, ആരാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ വാകച്ചാർത്ത് തൊഴുതുകൊണ്ട് നിൽക്കുന്ന പ്രതീതിയാണ് നമുക്കുണ്ടാവുന്നത്. സത്യമാണത്, അണുവിട പോലും മാറാത്തതാണിത്. ആ ദർശനത്തിന്റെ സൗന്ദര്യം, സൗഭാഗ്യം, ധന്യത ഓരോ വാക്കുകളിലും അന്തർഭവിച്ചിരിക്കുന്നു.
ആ ആചാര്യൻ നമുക്ക് തന്നിരിക്കുന്നത് ചിന്തകൾ, അതനുസരിച്ച് യഥാശക്തി നമ്മൾ ജീവിക്കുക. ആചാര്യോപാസനം, ശൗചം, ശാരീരികവും മാനസികവുമായുള്ള സംശുദ്ധി, അത് വസ്ത്രശുദ്ധി, ദേഹശുദ്ധി, അതുപോലെ നമ്മുടെ മനസ്സിൻ്റെത് സംശുദ്ധി. അപ്പൊ ആർജവം, അഹിംസ തുടങ്ങിയ ഭാവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി തന്നെ മാറും. അതായത് ബാഹ്യമായ പ്രകടനങ്ങളൊന്നുമല്ല യഥാർത്ഥ ശൗചം. അതൊക്കെ നമുക്ക് കൃത്രിമമായിട്ടുണ്ടാക്കാം, അല്ലേ? അതൊന്നും യാഥാർത്ഥ്യമാകണമെന്നുമില്ല, ആന്തരികമായിട്ട് നമുക്കുണ്ടാവേണ്ടതാണത്. സ്ഥൈര്യം, അതായത് നാം എന്ത് നിഗമനത്തിൽ എത്തിച്ചേരുന്നുവോ അതിൽ അടിയുറച്ചു നിൽക്കുക. ഇത് പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ നിലപാട് മാറ്റുകയാണ്. ഈ ദുർബല മനസ്സുള്ളവരെയൊക്കെ പെട്ടെന്ന് പ്രകോപനങ്ങൾക്കൊക്കെ വിധേയമാകുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പല വിശ്വാസങ്ങളെയും വിട്ടിട്ട് പോവുക. ഇത്രയും നാൾ ഞാൻ ഗണപതി ഉപേക്ഷിച്ചിട്ടില്ലേ, എന്നിട്ടും എന്തേ എനിക്ക് ഇത്രയും വിഘ്നങ്ങൾ വന്നേന്ന്. നീ ഗണപതി വേണ്ട, സരസ്വതി വേണ്ട, വേറെ എന്റെ പിന്നാലെ പോകും. അതുകൊണ്ട് ഗണപതിക്ക് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ ഗണപതിയോട്ട് സുബ്രഹ്മണ്യന്റെ അടുക്കലേക്കാണ്, സുബ്രഹ്മണ്യന്റെ ഒരു ലാഭം ഉണ്ടാവാനും പോകുന്നില്ല. അപ്പൊ നമ്മുടെ സ്ഥിരതയാണ് നഷ്ടപ്പെടുന്നത്. നാം ഏത് ദേവതയെ നമ്മുടെ ഇഷ്ടദേവതയായിട്ട് കരുതുന്നുവോ മരണം വരെ അതിനെ തുടരുക. ഓർമ്മിക്കുക, ഏതൊരു രൂപവും ഈശ്വരന്റെ രൂപം തന്നെയാണ്. നമ്മുടെ ആത്മാവിന്റെ പ്രകടനമാണത്. നാം ആരെ ആരാധിക്കുന്നു എന്നുള്ളതല്ല, നാം സ്വീകരിച്ച രൂപത്തെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു, ഇതാണ് പ്രധാനം. നമുക്ക് നമ്മുടേതായ ഒരു ഉറച്ച നിലപാട് വേണം. ഇതാണ് സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് സ്വാധീനമുണ്ടാവണം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഇന്നതിന്റെ ഇഷ്ടം പോലെ പറന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാണ് ഒന്നാമത്തെ കാര്യം. എല്ലാം പുറത്തേക്കാ വെച്ചിരിക്കുന്നത്. കണ്ണ് കാണാനാണ്, ചെവി കേൾക്കാനാണ്, ത്വക്ക് സ്പർശിക്കാനാണ്. ഈ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ തന്നെ ഇങ്ങനെ വെളിയിലോട്ട് സൃഷ്ടിച്ചും വെച്ചു. അതെന്റെ ധർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇതിനെ അഴിച്ചുവിട്ടാലോ? അത് നമുക്ക് വേണ്ടതായ സേവനം തരുമോ? ഒരിക്കലുമില്ല. അപ്പൊ അമിതമായിട്ട് ഇന്ദ്രിയ തലത്തിൽ ചെയ്യുന്നതൊക്കെ ഇന്ദ്രിയ നിഗ്രഹത്തിനെതിരാണ്. എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. അത് കണ്ണായാലും മൂക്കായാലും ചെവിയായാലും. നാം പറയുമ്പോൾ അത് കേൾക്കണം. പക്ഷെ ഇന്ന് പലപ്പോഴും ഇന്ദ്രിയങ്ങളെ നമ്മളെ നിയന്ത്രിക്കുന്നത്. മദ്യപാനം, പുകവലി, ഇതിനൊക്കെ അടിമകളാകുന്നവര് ഇനി വലിക്കില്ല, ഇനി കുടിക്കില്ല എന്നൊക്കെ ചിലർ എന്നും പ്രതിജ്ഞ ചെയ്യും. പിറ്റേ ദിവസം വീണ്ടും. നിർലജ്ജം. അത് ഇന്നലെയല്ലേ പറഞ്ഞത്, ഇന്ന് പുതിയ ദിവസമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആത്മവിനിഗ്രഹം സാധിക്കില്ല. നാം പറയുന്നത് ഇന്ദ്രിയങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മളെ സ്വാമി എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോഴോ ആസാമിമാരാവുകയാണ്. പുറത്തും പല വിധത്തിലുള്ള പരസ്യങ്ങൾ നമ്മളെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ നിയന്ത്രിക്കാൻ സാധിക്കുക? കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വികസിക്കുമ്പോൾ മനുഷ്യ മനസ്സ് കൂടുതൽ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ കുടുങ്ങാതിരിക്കുക. ഈ പറയുന്നതൊക്കെ യഥാശക്തി നമ്മുടെ ജീവിതത്തിൽ പകർത്തി നോക്കുക. അപ്പോഴാണ് ക്ഷേത്രജ്ഞനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ അവസാനത്തെ കാര്യം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ എന്ന് പറയാം. മൈക്ക് കിട്ടിയാൽ നിങ്ങൾ ഇവിടെ കയറിയിരുന്ന് വേണം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. എന്താ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ നീ പറയാൻ നല്ല എളുപ്പമുണ്ടല്ലേ?
അനുസരിക്കാൻ പ്രാക്ടിക്കലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞത് തന്നെ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. ഓരോന്നും ഓരോ വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുക? നോക്കൂ, നമ്മുടെയൊക്കെ വീട്ടിൽ 100ഉം 150ഉം ചാനലുള്ള TV ഉണ്ടല്ലോ എല്ലാവരുടെയും വീട്ടില്. എല്ലാവരും ഗീതാജ്ഞാനയജ്ഞവും പ്രഭാഷണമൊക്കെ കേൾക്കാൻ തുടങ്ങിയതോടുകൂടി പലരും തീരുമാനിച്ചു ഇന്ന് സീരിയലൊന്നും കാണില്ല. കാരണം അത് കാണുന്നവരാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ആർക്കാണ് ഇതൊന്നും കാണില്ല. അങ്ങനെ പിന്നെ എന്താ കാണുക? ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മാത്രം. അങ്ങനെ വീട്ടിൽ പോയി പ്രഭാഷണമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രഭാഷണം കാണുമ്പോൾ പ്രഭാഷണം മാത്രമേ കാണാവുള്ളേ. ആ സമയത്ത് വേറെ കലാപരിപാടിക്കൊന്നും പോകരുത്. അപ്പോഴാണ് മോള് വന്ന് പറയേണ്ടത്, അമ്മേ എൻ്റെ കൂട്ടുകാരുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഈ ചാനലിൽ, എനിക്കത് കാണണം. അവൾ റിമോട്ട് തട്ടിപ്പറിച്ച് ചാനൽ മാറ്റി അത് കാണാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മോൻ വന്നത്. കുറെ നേരം ഇവിടെ ഡാൻസും പാട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ധർമ്മശാലയിൽ ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിൽ, എനിക്കത് കാണണം. അവൻ തട്ടിപ്പറിച്ച് അത് ക്രിക്കറ്റ് കാണണം. അപ്പോഴാണ് കാർന്നോര് കയറി വരുന്നത്. ഈ ക്രിക്കറ്റും കുന്തമൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. രാജ്യത്ത് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു. അവിടെ അവര് കാലം മാറി, നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോകുന്നു, ഇവരും ഇങ്ങോട്ട് പോകുന്നു. വെക്കൂ ന്യൂസ് ചാനല്. അയാൾക്ക് ലോക വാർത്തയാണ് അറിയേണ്ടത്. ഒരു വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലുള്ള പ്രകടനങ്ങൾ ദിവസവും കാണുന്നുണ്ട് അല്ലേ? പലരുടെയും വീട്ടില് ടിവിയുടെ ധർമ്മം കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് കേബിളുകാർക്ക് അറിയാം ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാ ഭാഷയിലും പല പല പരിപാടികൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു പല ചാനലിൽ കൂടി. നമ്മൾ സ്പിരിച്വൽ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ അബദ്ധത്തിൽ ചാനൽ മാറി വേറെ ചില ഡാൻസോ റെസ്ലിങ്ങോ അല്ലെങ്കിൽ വേറെ ചില കാണാൻ പാടില്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഈ സാധനം മുഴുവൻ വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. പറയാൻ പറ്റുമോ നമുക്ക്? അത് കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ നമ്മളെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഈ വേറെ ഒരു പണിയില്ല സാധാരണ സമയം ഇതിന്റെ മുമ്പ് വരിക്കാൻ. ടിവിയുടെ ധർമ്മമാണ് കാണിക്കുന്നത്, പ്രോഗ്രാം കാണിക്കുക. കാരണം വ്യത്യസ്ത അഭിരുചിക്കാരുണ്ട്, അതുകൊണ്ട് വ്യത്യസ്ത പ്രോഗ്രാം കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റിമോട്ടും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യം കടിഞ്ഞാൺ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്ക് കാണാതിരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ ഈ ലോകത്തില് ധാരാളം കാണാനും കേൾക്കാനും അനുഭവിക്കാനും രുചിക്കാനുള്ള വിഭവങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഓർമ്മിക്കുക, ഈശ്വര സൃഷ്ടമല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. ഈശ്വര സൃഷ്ടമാണ് ഈ ലോകത്തിലുള്ള എല്ലാമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിനെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ വേറൊന്നിനോട് വെറുപ്പ് കാണിക്കാൻ പാടുണ്ടോ? കാരണം അതും ഈശ്വര സൃഷ്ടമല്ലേ. അപ്പൊ ഈശ്വര സൃഷ്ടമായ ഒന്നിനോട് നമുക്ക് വെറുപ്പ് കാണിക്കണ്ട. അത് ഇഷ്ടമുള്ള വേറെ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി സൃഷ്ടിച്ചാണെന്ന് മാത്രം കരുതുക. അപ്പൊ നമുക്ക് സ്വസ്ഥതമായി സമാധാനമായി. പോലീസുകാരന്റെ ഡ്യൂട്ടി പിന്നെ നമ്മൾ ചെയ്യില്ല. അയ്യോ എന്നാലും അവൾ അത് കണ്ടല്ലോ, ഇവൾ ഇത് കണ്ടല്ലോ, നമ്മൾ മാത്രം നല്ല ആൾക്കാർ എന്നൊന്നും വിചാരിക്കില്ല. എല്ലാത്തിലും നമുക്ക് സ്വസ്ഥതയുണ്ടാകും. ഇതാണ് ശരിയായ നിയന്ത്രണം. നമുക്ക് ആവശ്യത്തിന്, എനിക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതിനെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരും വിചാരിക്കുക. നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ 500,000 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നൊരു പരിപാടിയാണെങ്കിൽ സാധാരണ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊന്നും പറ്റില്ല. ബൊഫേ സിസ്റ്റം ഇപ്പൊ നാട്ടിൻപുറത്ത് പോലും അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഒരു ബൊഫേ പരിപാടിക്ക് വരുന്ന ഒരാള്, ഒരു നാട്ടിൻപുറത്തുകാരൻ വരുന്നു എന്ന് വിചാരിക്കുക. അവിടെ കുറേ 10-50 കൂട്ടം വിഭവങ്ങൾ വെച്ചിരിക്കുന്നു. ഒരു പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ആദ്യം അയാളൊരു പ്ലേറ്റ് എടുത്തിട്ട് വിചാരിക്കും, ദൈവമേ ഈ സാധനം മുഴുവൻ ഞാൻ കഴിക്കാനോ? അയാൾ ഒരറ്റത്തുനിന്ന് പ്ലേറ്റ് എടുത്ത് അങ്ങറ്റം വരെയുള്ള എല്ലാം വാരി എടുത്തെന്ന് വിചാരിക്കുക. ചില വിദ്വാന്മാരൊക്കെ ഉണ്ട് അങ്ങനെയല്ലേ? നോക്കൂ, ആ ഗ്രഹനാഥൻ ധാരാളം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പല വ്യത്യസ്ത അഭിരുചിക്കാരുണ്ട്. ചിലർക്ക് വെജ്, ചിലർക്ക് നോൺ വെജ്, ചിലർക്ക് എന്താ പറയാ എരിവ് കൂടിയത്, ചിലർക്ക് എരിവ് കുറഞ്ഞ്, ചിലർക്ക് സ്വീറ്റ് വേണം. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. വിളമ്പാൻ ആൾക്കാർ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, വേണേ വീണ്ടും പോയി എടുക്കാം. സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ഈ ലോകം വൈവിധ്യമാർന്ന എല്ലാം നിറച്ച് ഭഗവാൻ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതിനെ സ്വീകരിക്കുക. നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതിനെ മാത്രം സ്വീകരിക്കുക. ഇതാണ് ശരിയായ ഇന്ദ്രിയ നിയന്ത്രണം.
ഇതുണ്ടെങ്കിൽ പറഞ്ഞ ഈ ക്വാളിറ്റി മുഴുവൻ നമുക്ക് വളർത്താൻ വളരെ എളുപ്പമാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ കാണാം. ഈ 20 പോയിന്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേദാന്തം മറ്റതിലേക്കൊന്നും നമുക്ക് പോയില്ലെങ്കിലും ഇതിനങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയൊരു വിജയമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം ഏതജ്ഞാനം, ഇതുള്ളവനാണ് അറിവുള്ളവൻ, ഇതാണ് ജ്ഞാനമെന്ന് ഭഗവാന്റെ പ്രഖ്യാപനം. നാളെ കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കണ്ട് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. രാവിലത്തെ ക്ലാസ് ഒന്നുകൂടി എൻ്റെ പരസ്യം പറയട്ടെ. നാളെയാണ് നമ്മൾ യഥാർത്ഥ ഐതരേയ ഉപനിഷത്ത് ക്ലാസ് ആരംഭിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒക്കെ സമയമുണ്ടാക്കി ഈ ഒരു 5 ദിവസം വരണം എന്നെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത്രയും ഗംഭീരമായ ഓരോ ഉപനിഷത്തും ഗംഭീരം തന്നെയാണ്. പക്ഷേ ഇത്രയും ലളിതമായിട്ട് നമ്മുടെ പ്രകൃതി വർണ്ണന, സൃഷ്ടി രഹസ്യം ഓരോ അമ്മമാരും കുട്ടികളും കേൾക്കേണ്ട ഭാഗമാണ്. സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് അറിയേണ്ടത്, അതിശ്രേഷ്ഠമായ മഹാവാക്യത്തിന്റെ പ്രഖ്യാപനം എല്ലാം ഉൾക്കൊള്ളുന്ന ഐതരേയോപനിഷത്ത്. രാവിലെയൊക്കെ ശ്രമിച്ചാൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. പ്രയോറിറ്റി ലിസ്റ്റ് ഏതാണ് കൊടുക്കുന്നത് അല്ലേ? ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും ഒരു കല്യാണം പങ്കെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ 4 മണിക്ക് എഴുന്നേക്കും, ബാക്കി പണിയൊക്കെ വീട്ടിലെ തീർക്കും, സമയം ഉണ്ടാക്കി രാവിലെ വരും അല്ലേ? ആ പരിപാടിക്ക് പോവില്ലേ? അതുപോലെ ഓർമ്മിക്കുക, ഇതും പ്രയോറിറ്റി ആണെന്ന് വിചാരിച്ചാൽ വീട്ടിലെ പണികളൊക്കെ ഒതുക്കി 7:30 ഇവിടെ പ്രസന്റ് ആവും. 8:30 കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവും. ബാക്കി കാര്യങ്ങൾ ഓഫീസൊക്കെ പോകാൻ സമയം കിട്ടും. അപ്പോൾ അങ്ങനെയൊന്ന് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഡെപ്പോസിറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും. അറിയോ? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.